ഞങ്ങൾ പാടിടും സ്തോത്രഗാനങ്ങൾ എന്നുമെന്നും ജീവിതത്തിൽ സന്തോഷത്തോടെ ഉല്ലാസത്തോടെ യേശുവിനായി മാത്രം പാടും. ലോകത്തെല്ലായിടത്തും തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളും ആഘോഷത്തിമർപ്പുകളും ആവേശത്തിൻ്റെ അലകളും ഇതുവരെ അടങ്ങിയിട്ടില്ല. കാരണം ക്രിസ്മസ് സീസൺ ആരംഭിക്കുവാൻ പോകുന്നേയുള്ളൂ. ക്രിസ്മസ് സീസൺ മുതൽ പുതിയ വർഷത്തിൻ്റെ പുലരി വരെയും മനുഷ്യൻ ആഹ്ലാദത്തിൽ തിമർക്കുകയാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു കാരണം, ആഹ്ലാദിക്കുവാൻ അവർക്കൊരു അവസരം വേണം, ഒരു കാരണം വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ക്രിസ്മസിൽ വിട്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്തു. കാരണം സാധാരണ ആളുകൾ ക്രിസ്മസ് എന്ന് എഴുതുന്നത് CHRISTMAS എന്നല്ല, എക്സ്മസ് എന്നാണ് സാധാരണ എഴുതുന്നത്. സാധാരണ സ്കൂളുകളിൽ പഠിച്ചവർക്കറിയാം, XYZ എന്ന് പറഞ്ഞാൽ പേരില്ലാത്തത് എന്നർത്ഥം. സാറുമാർ പഠിപ്പിക്കുമ്പോൾ പറയും XYZ എന്ന് പറഞ്ഞാൽ പേരില്ല. നമ്മുടെ എല്ലുകളുടെ ചിത്രമെടുക്കുന്ന ഒരു രശ്മി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആ രശ്മിക്ക് ഒരു പേരിടാൻ പറ്റാതെ വന്നപ്പോൾ ഇട്ട പേര് എക്സ്റേ എന്ന് പറഞ്ഞാൽ പേരില്ലാത്ത രശ്മി എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ യേശുവിനെ പേരില്ലാത്തതാക്കി ആഘോഷങ്ങളിൽ ഒതുക്കിയിരിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ആഘോഷത്തിനിടയിൽ നമ്മൾ യേശുവിനെ വെട്ടിയിരിക്കുകയാണ്. എക്സിന് മറ്റൊരർത്ഥമുണ്ട്. സയൻസിൽ എക്സ് എന്ന് പറഞ്ഞാൽ പേരില്ല എന്നതാണെങ്കിൽ കണക്കിൽ നേരെ തിരിച്ചാണ്. വെട്ടുന്നതിനെയാണ് എക്സ് എന്ന് വിളിക്കുന്നത്. സാറന്മാർ ഉത്തരത്തിന് മുകളിൽ തെറ്റാണെങ്കിൽ എക്സ് അല്ലെങ്കിൽ വെട്ടിക്കളയും. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിൽ മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ കേന്ദ്രീയ വിഷയമായിരിക്കേണ്ട യേശുവിനെ ആളുകൾ വെട്ടി, ക്രൈസ്റ്റിനെ വെട്ടി എക്സ്മസ് എന്നാക്കിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിലാകട്ടെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ വളരെ മര്യാദരാമന്മാരായ ആളുകൾക്ക് വഴക്കും ബഹളവും വക്കാണവും ഇല്ലാതെ തിക്കിത്തിരക്കാതെ ബിവറേജസ് കോർപ്പറേഷന്റെ മുൻപിൽ ക്യൂ നിൽക്കുവാനുള്ള ഒരു അവസരമാണ് ഈ മാസം. യേശുവിനെ കാണിക്കുവാൻ വേണ്ടി വിദ്വാൻമാർക്ക് വർഷങ്ങൾക്ക് മുൻപ് ഉയർന്ന നക്ഷത്രം ഇന്ന് ക്രിസ്മസിന്റെ പര്യായമായി എല്ലാ കടകളിലും തൂങ്ങിക്കിടക്കുന്നു. ഇന്നായിരുന്നു വിദ്വാൻമാർ വന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ബാർ ഹോട്ടലിന്റെ മുൻപിൽ വന്നവർ നിൽക്കുമായിരുന്നു. കാരണം ബാറിന്റെ മുൻപിൽ പോലും ഇന്ന് നക്ഷത്രമുണ്ട്. യേശുവിനെ മാറ്റി, യേശുവിനെ വിട്ടുകൊണ്ട് ആഘോഷത്തിൽ മാത്രം തിമിർക്കുന്ന മനുഷ്യ, എനിക്കൊരു ചോദ്യമുണ്ട്. ഹു ഈസ് ക്രൈസ്റ്റ് യു? യേശു ക്രിസ്തു നിങ്ങൾക്കാരാണ്? 6-ാമത്തെ ദിവസം ഇവിടെ പ്രസംഗിക്കപ്പെടുന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. 6 ദിവസമല്ല, 600 ദിവസമല്ല, 6000 ദിവസം ഇവിടെ ഒരുമിച്ച് പ്രസംഗിക്കപ്പെട്ടാലും പ്രസംഗ വിഷയം ദൈവപുത്രനായ യേശു ക്രിസ്തു മാത്രമാണ്. യേശുവിനെ കുറിച്ചല്ലാതെ പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് മറ്റൊരു വിഷയമില്ല. ശാസ്ത്രത്തെക്കുറിച്ചോ സാമൂഹ്യത്തെക്കുറിച്ചോ സാംസ്കാരികത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ പറയുവാൻ അറിഞ്ഞാഞ്ഞിട്ടല്ല. പക്ഷേ അത് പ്രസംഗിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ വ്യതിയാനം ഉണ്ടാകാത്തത് കൊണ്ട്, ലോകത്തിന് മാറ്റം ഉണ്ടാകാത്തത് കൊണ്ട്, മാറ്റങ്ങളുടെ ക്രിസ്തുവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യേശു കർത്താവ് തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ്. വാട്ട് പീപ്പിൾ സേ ദാറ്റ് ഐ ആം? ഞാൻ ആരാണെന്നാണ് ആളുകൾ പറയുന്നത്. ആളുകൾക്ക് എന്നെ കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചില ഉത്തരം പറഞ്ഞു. ചിലർ പറയുന്നു നീ യോഹന്നാൻ സ്നാപകനാണ്, ചിലർ പറഞ്ഞു നീ യെരമ്യാവാണ്, ചിലർ പറഞ്ഞു നീ ഏലിയാവാണ്, മറ്റു ചിലർ പറയുന്നു നീ ഒരു പ്രവാചകനാണ്. യേശു പിന്നെയും ചോദിച്ചു, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് മീ? ആളുകൾ ഇതാണ് എന്നെ കുറിച്ച് പറയുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്നോടുകൂടെ 3.5 വർഷം സഞ്ചരിച്ച് എൻ്റെ അത്ഭുതങ്ങളെ കേട്ട് എൻ്റെ പഠനത്തെ മുഴുവൻ കേട്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് മീ? നിങ്ങളുടെ അഭിപ്രായം എന്നെ കുറിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, നീ ദൈവപുത്രനായ യേശു, ദൈവത്തിന്റെ പുത്രനായ യേശു, യു ആർ ദ ക്രൈസ്റ്റ്, സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശു ക്രിസ്തു ആ പത്രോസിനെ നോക്കി ഒന്ന് ചിരിച്ചു കാണും. എന്നിട്ട് പറഞ്ഞു, എടാ പത്രോസേ, നിന്റെ സാധാരണ ബുദ്ധി 8 ഔൺസ് ഉള്ള നിന്റെ സാമാന്യ ബുദ്ധിക്കനുസരിച്ച് ഇത്രയും കാര്യങ്ങൾ നിന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വരുവാൻ പ്രയാസമാണ്. ദൈവത്തമ്പുരാൻ നിനക്ക് വെളിപ്പെടുത്തിയിട്ടല്ലാതെ ഈ മർമ്മം നിനക്ക് മനസ്സിലാകുകയില്ല. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് മർമ്മം രാത്രിയിൽ വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. ഹൂ ഈസ് ക്രൈസ്റ്റ്? യേശു ക്രിസ്തു ആരാണ്? ചരിത്രം ഉറക്കെ ചോദിക്കേണ്ട ചോദ്യം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യം, ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യം, ഹൂ ഈസ് ക്രൈസ്റ്റ് ടു യു? ആഘോഷങ്ങളുടെ ഒരു കാരണമാണോ യേശു? യേശു ആരാണ്? ക്രിസ്ത്യാനികളുടെ ദൈവമാണോ? യേശുക്രിസ്തു ആദർശശാലിയാണോ? യേശുക്രിസ്തു കേവലം ഒരു ഗുരുവാണോ? യേശുക്രിസ്തു ഒരു വിപ്ലവ നേതാവാണോ? യേശുവിനെ പല രീതിയിൽ കാണുന്ന ആളുകളുണ്ട്. കെ ദാമോദരൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ നമ്മുടെ
കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അദ്ദേഹം പറഞ്ഞു, ജീസസ് ഈസ് കോമ്രേഡ്. യേശു ക്രിസ്തു ഒരു വിപ്ലവത്തിന്റെ നേതാവായതുകൊണ്ട് അവനെ നമുക്ക് വിളിക്കുവാൻ കഴിയും, അവൻ വിപ്ലവത്തിന്റെ നേതാവ്. കോമ്രേഡ് ജീസസ്, സഖാവ് യേശു എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. ചില പറഞ്ഞു യേശു ക്രിസ്തുവിന് മുൻപേ അടിമകളുടെ മോചനത്തിന് വേണ്ടി ക്രൂശുമരണം വഹിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് സ്പാർട്ടക്കസ്. യേശുവിന് മുൻപേ ക്രൂശീകരണം വഹിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ ഒരു വലിയ ആദർശശാലിയാണ് യേശുക്രിസ്തു. നമ്മുടെ ഭാരതീയ പണ്ഡിതന്മാർ പറയുന്നു യേശു ക്രിസ്തു നല്ലൊരു ഗുരുവാണ്. നന്മ പ്രവർത്തിച്ചുകൊണ്ട്, നന്മ സുവിശേഷിച്ചുകൊണ്ട് ആളുകളെ വെളിച്ചത്തിലേക്ക് നടത്തിയ വ്യക്തിയാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ അനേകം ഉണ്ടാകുമ്പോൾ ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുന്നു. ഹൂ ഈസ് ക്രൈസ്റ്റ്? യേശു ക്രിസ്തു ആരാണ്? ഞാനൊരു വാക്യം മാത്രം വേദപുസ്തകം വായിച്ചുകൊണ്ട് മാറ്റങ്ങളുടെ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് വായിക്കാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. If a man be in Christ, he is a new creation. Behold, all things are passed away and everything has become new. അപ്പോൾ ആരാ യേശു ക്രിസ്തു? ഈ വാക്കിന്റെ അർത്ഥപ്രകാരം, ഈ വാക്യത്തിന്റെ ആശയപ്രകാരം പൗലോസിന്റെ ഭാഷയിൽ യേശു എന്ന് പറഞ്ഞാൽ മാറ്റുന്നവനെന്ന് അർത്ഥം. മാറ്റത്തിന്റെ മശിഹായാണ് കർത്താവായ യേശു. ലോകം എന്തെല്ലാം അവനെ വിളിച്ചാലും, എന്തെല്ലാം പേരുകൾ അവന് കൊടുത്താലും അവൻ ഇണങ്ങുന്നൊരു പേര് മാറ്റത്തിന്റെ മശിഹ. മാറ്റം ആവശ്യമാണോ? തീർച്ചയായിട്ടും മാറണം, അല്ലേ? പണ്ടൊരു ഫോണൊക്കെ വിളിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു, പണ്ട് കോട്ടയത്ത് നിന്നൊരു മനുഷ്യൻ രാജസ്ഥാനിലുള്ള മോനെ വിളിക്കുന്നത്. അന്ന് ട്രങ്ക് ബുക്കിംഗ് ആണ്. ചുവന്ന പെട്ടി അടിച്ച് പോസ്റ്റ് ഓഫീസിൽ ഒരു ബോക്സ് വെച്ചിരിക്കുക. അപ്പോൾ വല്യപ്പച്ചൻ പറഞ്ഞു, അയ്യോ എൻ്റെ മോന് അങ്ങ് രാജസ്ഥാനിലാണ്, അവനെ ഒന്ന് ഫോൺ വിളിക്കണം. ഫോൺ വിളിക്കുന്നതിന് അവൻ്റെ പേര് കുഞ്ഞപ്പി എന്നാണ്. കുഞ്ഞപ്പിയെ ഫോൺ വിളിക്കാൻ വേണ്ടി ട്രങ്ക് കോള് ബുക്ക് ചെയ്തതിന് ശേഷം പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞു, അപ്പച്ചോ ദേണ്ടേ ആ ചുവന്ന പെട്ടിക്കകത്ത് കയറി അങ്ങ് വിളിച്ചാൽ മതി. അപ്പച്ചൻ ആ ചുവന്ന പെട്ടിയിലോട്ട് കയറി. എന്നിട്ട് പറഞ്ഞു, എടാ കുഞ്ഞപ്പി, നിനക്ക് പനിയാന്ന് കേൾക്കുന്നല്ലോ. അപ്പോൾ പറഞ്ഞു, അയ്യോ അപ്പച്ച അങ്ങനെയല്ല, ആ ചുവന്ന പെട്ടിക്കകത്തൊരു ഫോണുണ്ട്, അവിടെ ബെല്ലടിക്കുമ്പോൾ എടുത്തതിന് ശേഷം വേണം സംസാരിക്കാൻ. നോക്കുക, ആ കാലഘട്ടം എല്ലാം പോയില്ലേ. ഇന്ന് ഫോണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിലുള്ള 1ഉം 2ഉം ഫോൺ. അത് മാത്രമല്ല, എല്ലാവരുടെയും കീശയിൽ മൊബൈൽ ഫോണാണ്. പണ്ടൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കുന്നത് ഹൗ ആർ യു, എങ്ങനെയുണ്ടെന്നാണ്. ഇന്ന് ചോദിക്കുന്ന ഹൗ ആർ യു എന്നല്ല, വേർ ആർ യു, നീ ഇപ്പോൾ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. കാരണം സഞ്ചരിക്കുന്നിടത്തെല്ലാം നമുക്ക് മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ ഒരു വലിയൊരു വിസ്ഫോടനം ഇവിടെ നടന്നിരിക്കുന്നു. എൻ IT റവല്യൂഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക വിദ്യ കൊണ്ട് ലോകം തിളയ്ക്കുകയാണ്. മാറ്റങ്ങൾ അനിവാര്യമാണ്. കാളവണ്ടിയിൽ സഞ്ചരിക്കുന്ന മനുഷ്യൻ എന്ന സൂപ്പർ സോണിക് ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, പണ്ട് നമ്മൾ കപ്പയും അതുപോലെ കാച്ചിലും തിന്ന കാലഘട്ടത്തിൽ നിന്ന് കേക്കിലേക്കും പുഡിങ്ങിലേക്കും പിസ്സയിലേക്കും അതുപോലെ KFCയിലേക്കും മക്ഡൊണൽഡിലേക്കും മാറിക്കഴിഞ്ഞു. നമ്മുടെ അഭിരുചികൾ മാറി, നമ്മുടെ വേഷം മാറി, നമ്മുടെ ഭാഷ മാറി, നമ്മുടെ ആചാരം മാറി, നമ്മുടെ സംസ്കാരം മാറി. എല്ലാം മാറ്റം. ഈ മാറ്റങ്ങളെല്ലാം നല്ലതാണോ എന്ന് ചോദിച്ചാൽ എല്ലാം നല്ലതല്ല. പക്ഷേ മാറ്റം അനിവാര്യമാണ്. Somebody said the only thing that does not change is the fact of change. മാറ്റം വരാത്ത ഒരേ ഒരു കാര്യം മാറ്റം എന്ന് പറയുന്ന പ്രതിഭാസമാണ്. മാറ്റം എന്ന് പറയുന്ന പ്രതിഭാസത്തിന് മാത്രം ഒരു മാറ്റമില്ല. ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ആരെങ്കിലും ഇവിടെ വളരെ ഹൃദയവിഷാദത്തോടുകൂടെ, ദുഃഖത്തോടുകൂടെ, ഭാരത്തോടുകൂടെ എന്തുകൊണ്ടാണ് ദൈവം എന്നെ സന്ദർശിക്കാത്തത്, എന്താണ് ദൈവം എൻ്റെ പ്രശ്നം കാണാത്തത്, എന്താണ് എൻ്റെ കണ്ണുനീരുകൾക്ക് ദൈവം മറുപടി തരാത്തത്, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ചെവി ചായ്ക്കാത്തത്, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കാത്തത്, യാചനകൾ കേൾക്കാത്തത്, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഞാൻ കാലെടുത്ത് വെക്കുന്നത് മുഴുവൻ ദോഷമായിട്ട് ഭവിക്കുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ? ഈസ് ദെയർ എ ഗോഡ്? ഗോഡ്, ആർ യു വില്ലിംഗ് ടു കം ടു മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ ഇടപെടുവാൻ ജീവനുള്ള ദൈവം ഉണ്ടോ എന്ന് ആരെങ്കിലും ഇവിടെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, there is a Lord who wants to touch your life today. നിങ്ങളെ സ്പർശിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കെൽപ്പുള്ള ഒരു യേശുക്രിസ്തുവിനെ ഇന്ന് രാത്രിയിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. His name is Jesus. യേശു മാറ്റങ്ങളുടെ മശിഹയാണ്. ഞാൻ പറഞ്ഞല്ലോ, യേശു എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളുടെ മശിഹയാണ്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ആദ്യം ചെയ്തതെന്താണെന്ന് അറിയാമോ? പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ അത്ഭുതം ആദ്യം തുടങ്ങുന്നത് കാനാവിലെ കല്യാണത്തിലാണ്. കാനാവിലെ കല്യാണത്തിന് വന്നപ്പോൾ യേശു കർത്താവിൻ്റെ മുൻപിൽ ആളുകൾ വന്ന് പറഞ്ഞു, അയ്യോ ഇവിടുത്തെ വീഞ്ഞ് തീർന്നു, ഇനി എന്ത് ചെയ്യും? മറിയാണ് വന്ന് പറഞ്ഞത്. മറിയോടാണ് ആദ്യം ആളുകൾ ചെന്ന് പറഞ്ഞത്. മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യണം. അപ്പം മറിയയുടെ അടുക്കൽ പോകുന്ന ആൾക്കാരോട് ഞാനൊന്ന് പറയട്ടെ,
മാതാവ് പറയുന്ന ഇതാണ്, ഞാൻ പറയുന്നത് കേൾക്കണ്ട, ഈശോ പറയുന്നത് എന്താണോ അതനുസരിച്ചാൽ മതി. കാരണം എനിക്ക് മാറ്റുവാൻ നിർവാഹമില്ല, പക്ഷെ മാറ്റുവാൻ കഴിയുന്ന ഈശോ ഈ ഭവനത്തിലുണ്ട്. അവൻ്റെ അടുക്കൽ ചെല്ലുക. ഈശോയുടെ അടുക്കൽ ചെന്നപ്പോൾ ആളുകളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇവിടെയുള്ള കൽപാത്രത്തിൽ വെള്ളം കോരുക. വെള്ളം കോരി നിറച്ചതിന് ശേഷം അത് ആളുകൾക്ക് കൊടുക്കുക. വിരുന്നുവാഴി രുചിച്ചാറെ ഏറ്റവും മനോഹരമായൊരു വീഞ്ഞായി തീർന്നു. അപ്പോൾ മാറ്റം കൊണ്ട് ആരംഭിച്ച ശുശ്രൂഷയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ. അവൻ മരിക്കുമ്പോൾ പോലും കൂടെ കിടന്ന കള്ളന്മാരിൽ ഒരുത്തൻ പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണം. മറ്റേയാൾ പറഞ്ഞു, അയ്യോ, നീ രാജാവാണോ? നീ മശിഹ ാണോ? നീ രക്ഷകനാണോ? അങ്ങനെയാണെങ്കിൽ ആദ്യം നിന്നെ തന്നെ രക്ഷിക്കുക, അതിനുശേഷം ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരുത്തൻ അവനെ തിരുത്തിക്കൊണ്ട് പറയുകയാണ്, നാം സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നമ്മൾ ചെയ്തതിനാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. നമ്മൾ ദുഷ്പ്രവർത്തിക്കാരാണ്. നമുക്ക് വേണ്ടതാണ് ഈ ക്രൂശീകരണം. പക്ഷെ നിനക്കറിയാമോ, ഈ നടുവിൽ കിടക്കുന്ന മനുഷ്യൻ അരുതാത്തതൊന്നും ചെയ്യാത്തവനാ, അവൻ നീതിമാനാ. അതിനുശേഷം യേശുവിനെ നേരെ കണ്ണുകൾ ഉയർത്തി അവൻ പറഞ്ഞു, ഓ ലോർഡ്, വെൻ യു കം ഇൻ യുവർ കിങ്ഡം, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ, അന്ന് മരിക്കുമായിരുന്നെങ്കിൽ പാതാളത്തിലേക്ക് പോകേണ്ടിയിരുന്ന മനുഷ്യന്റെ കൈ പിടിച്ച് പരലോകത്തിലേക്ക് പാസ്പോർട്ട് കൊടുത്തവനാണ് യേശുക്രിസ്തു. മാറ്റങ്ങളുടെ മശിഹ ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ചേഞ്ച്. ഹി കൻ ചേഞ്ച് ദ ഹോൾ വേൾഡ്. ലോകത്തെ മുഴുവൻ മാറ്റുവാൻ കഴിയുന്നവൻ, സമൂഹത്തെ മുഴുവൻ മാറ്റുവാൻ കഴിയുന്നവൻ, ചരിത്രത്തെ മുഴുവൻ മാറ്റുവാൻ കഴിയുന്നവൻ, ഏത് ഭാവിയെയും മാറ്റുവാൻ കഴിയുന്നവൻ, എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുന്നവൻ, അവനാണ് കർത്താവായ യേശുക്രിസ്തു. Why do we pray about Jesus? Why do we talk about Jesus? യേശുവിനോട് എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു? യേശുവിനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നു? യേശുക്രിസ്തുവിനെ കുറിച്ച് എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു? Only one reason: he changes people. അവൻ ആളുകളെ മാറ്റുന്നവനാണ്. എങ്ങനെയാ മാറ്റുന്നത്? ഞാൻ പറയാം. യേശുക്രിസ്തു ആദ്യമായി ചരിത്രത്തെ മാറ്റി. എങ്ങനെയാണ് ചരിത്രത്തെ മാറ്റിയത്? ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നെടുംതൂണായി പരിരസിക്കുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. ഇന്നും ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ എഴുതുന്നത് AD എന്നും BC എന്നുമാണ്. BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റ്, AD എന്ന് പറഞ്ഞാൽ അനോ ഡോമിനി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ശേഷം AD, കർത്താവിന് മുൻപേ ബിഫോർ ക്രൈസ്റ്റ്, അത് കർത്താവ് ജനിക്കുന്നതിന് മുൻപ്. ചുരുക്കി പറഞ്ഞാൽ ചരിത്രത്തെ രണ്ടായിട്ട് വെട്ടിമുറിക്കുമ്പോൾ ആ വെട്ടിമുറിക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് യേശുക്രിസ്തു. ആൻഡ് വിത്തൗട്ട് ക്രൈസ്റ്റ് there is no history. ഒരു മനുഷ്യൻ പറഞ്ഞു, ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് ഹിസ് സ്റ്റോറി, ദ സ്റ്റോറി ഓഫ് ക്രൈസ്റ്റ്. ചരിത്രം എന്ന് പറഞ്ഞാൽ അവൻ്റെ ചരിത്രമാണ്. ആരുടെ ചരിത്രം? മനുഷ്യനെ തേടി വന്ന യേശുക്രിസ്തുവിന്റെ ചരിത്രം. ചരിത്രം എവിടെയാ തുടങ്ങുന്നത്? ഇന്ന് അനേക മതങ്ങളോട് ചോദിക്കുക, ഇസങ്ങളോട് ചോദിക്കുക, ആശയങ്ങളോട് ചോദിക്കുക, അവർക്കെല്ലാം ഉത്തരമില്ലാതെ അവർ കൈമലർത്തുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ബറാഷായിദ് ബാർ എലോഹിം ഹത്ഷമായിം ഹാ എരറ്റ്സ് എന്നാരംഭിക്കുന്ന പുസ്തകം ലോകത്തിലൊരു പുസ്തകം ഉണ്ടെങ്കിൽ വേദപുസ്തകം മാത്രമാണ്. മറ്റുള്ള മതഗ്രന്ഥങ്ങളൊന്നും തുടക്കത്തിൽ തുടങ്ങാതിരിക്കുമ്പോൾ വേദപുസ്തകം ദൈവത്തിൻ്റെ ആരംഭം ഒഴികെ ബാക്കിയുള്ള എല്ലാറ്റിൻ്റെയും ആരംഭം കുറിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ചരിത്രം, മതങ്ങളുടെ ചരിത്രം, ഭാഷയുടെ ചരിത്രം, മരണത്തിന്റെ ചരിത്രം, ശാപത്തിന്റെ ചരിത്രം, ജനനത്തിന്റെ ചരിത്രം, ചരിത്രത്തിന്റെ ചരിത്രം, സംസ്കാരത്തിന്റെ ചരിത്രം, കൃഷിയുടെ ചരിത്രം, ജോലിയുടെ ചരിത്രം, അങ്ങനെ എല്ലാറ്റിൻ്റെയും ചരിത്രം കൊണ്ട് ആരംഭിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. ആ പുസ്തകം തുടങ്ങുന്നത് വലിയൊരു കഥയായിട്ടാണ്. ഇൻ ദ ബിഗിനിങ്, പണ്ടെങ്ങോ വളരെ നാളുകൾക്ക് മുൻപ് ആദിയിൽ എന്ന് തുടങ്ങുന്ന ഒരു കഥയാണ്. ഈ കഥയിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവം സൃഷ്ടിച്ച സൃഷ്ടി, ആ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യൻ, തെറ്റിപ്പോകുന്ന മനുഷ്യൻ, ആ മനുഷ്യനെ തേടി വരുന്ന ക്രിസ്തു, ആ ക്രിസ്തു നൽകുന്ന സൗജന്യമായ രക്ഷ, യേശുക്രിസ്തു നൽകുന്ന രക്ഷയിലോടുകൂടെ ദൈവത്തോടുകൂടെ തിരികെ ചേരുന്ന മനുഷ്യൻ. അങ്ങനെ എന്തെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുവോ, കൈമോശം വന്നുവോ, അത് മുഴുവൻ തിരികെ പിടിക്കുന്ന പുസ്തകം വെളിപ്പാട്. അങ്ങനെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവവും മനുഷ്യനുമായ ബന്ധത്തെക്കുറിച്ച് കുറിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. അതിൻ്റെ നെടുന്തൂണാണ് യേശുക്രിസ്തു. ചുരുക്കി പറഞ്ഞാൽ, യേശു എന്നൊരു വ്യക്തി ലോകത്തിൽ ഉണ്ടായിരുന്നിട്ടില്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിയുകയില്ല. ഇനി യേശുക്രിസ്തു ജനിച്ചില്ലായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. ജെയിംസ് കെന്നഡി എന്ന് പറയുന്ന ഒരു മനുഷ്യനൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൻ്റെ പേര് ഇഫ് ജീസസ് ഹാഡ് നെവർ ബീൻ ബോൺ, യേശുക്രിസ്തു ജനിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നെപ്പോളിയൻ അങ്ങനെ ചിന്തിച്ചൊരു മനുഷ്യനാണ്. ഫ്രെഡറിക് നീഷെ അങ്ങനെ ചിന്തിച്ചൊരു മനുഷ്യനാണ്. വോൾട്ടയർ അങ്ങനെ ചിന്തിച്ചൊരു മനുഷ്യനാണ്. മാഡ്ലിൻ മുഡേ ഓഹെയർ അങ്ങനെ ചിന്തിച്ചൊരു മനുഷ്യനാണ്. യേശുക്രിസ്തു ജനിച്ചിട്ടില്ല എന്ന് പറയുന്ന മനുഷ്യനാണല്ലോ നമ്മുടെ മരിച്ചുപോയ ഇടമറുക സാർ. AT കോവൂർ യേശുക്രിസ്തുവിനോട് വിരോധമുള്ള മനുഷ്യനാണ്. രാജഗോപാൽ ഭോഗത്താനം യേശുക്രിസ്തുവിനോട് വിരോധമുള്ള മനുഷ്യനാണ്. പ്ലാവിലെ ജഗന്നാഥപിള്ള യേശുക്രിസ്തുവിനോട് വിരോധമുള്ള മനുഷ്യനാണ്. ഉണ്ണി കാക്കനാട് യേശുക്രിസ്തുവിനോട് വിരോധമുള്ള മനുഷ്യനാണ്. AT ജോസ് കുറ്റപ്പുഴ അദ്ദേഹം യേശുക്രിസ്തുവിനോട് വിരോധമുള്ള മനുഷ്യനാണ്.
അതുപോലെ PP ആന്റണി, അദ്ദേഹം യേശുക്രിസ്തുവിനോട് വിരോധമുള്ള മനുഷ്യനാണ്. AT കോവൂർ യേശുവിനോട് വിരോധമുള്ള മനുഷ്യനാണ്. ജബ്ബാർ മാഷ് യേശുക്രിസ്തുവിനോട് വിരോധമുള്ള മനുഷ്യനാണ്. യേശുക്രിസ്തുവിനോട് വിരോധമുള്ള എത്രയോ യുക്തിവാദികൾക്ക് ജന്മം നൽകിയ നാടാണ് നമ്മുടെ നാട്. ഞാൻ ചോദിക്കട്ടെ, വിദ്യാഭ്യാസം സംസ്കാരം ഉണ്ടായിട്ടും നിങ്ങൾ ചരിത്രത്തിന് നേരെ കൊഞ്ഞനം കുത്തുകയാണ്. കാരണം യേശുക്രിസ്തുവിനെ കൂടാതെ ചരിത്രമില്ല, യേശുക്രിസ്തുവിനെ കൂടാതെ സയൻസ് ഇല്ല, യേശുക്രിസ്തുവിനെ കൂടാതെ ശാസ്ത്രമില്ല, യേശുക്രിസ്തുവിനെ കൂടാതെ സംസ്കാരമില്ല. ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറഞ്ഞ മനുഷ്യൻ പറയുന്നത് എങ്ങനെയാണ്? വിത്തൗട്ട് ജീസസ് ദി സയൻസ് വിൽ ബി ലിംപിംഗ്. യേശുവിനെ കൂടാതെയുള്ള ശാസ്ത്രം മുടന്തുള്ളതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ചരിത്രത്തെ മാറ്റിയവനാണ് യേശുക്രിസ്തു. ലോകത്തിൽ എത്രയോ പുരുഷന്മാരുണ്ടായിട്ടുണ്ട്, എത്രയോ അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയോ മഹാന്മാർക്ക് ജന്മം നൽകിയിട്ടുണ്ട് ലോകം, എത്രയോ ചിന്തകന്മാർ, തത്വചിന്തകന്മാർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കുമില്ലാത്തൊരു വ്യക്തിപ്രഭാവമാണ് യേശുക്രിസ്തു. ഹി ചേഞ്ച്ഡ് ഹിസ്റ്ററി. ചരിത്രത്തെ മാറ്റിയവനാണ് കർത്താവായ യേശു. യേശുവിനെ കൂടാതെ ചരിത്രമില്ല. അതുകൊണ്ട് ചരിത്രം പഠിക്കുന്നവർ യേശുവിനെ മനസ്സിലാക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, മാറ്റങ്ങളുടെ മശിഹ. ഹി ചേഞ്ചസ് ഹിസ്റ്ററി. രണ്ടാമത്, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാം മാറ്റത്തിൻ്റെ അത്ഭുതങ്ങളാണ്. മാത്രമല്ല, യേശുക്രിസ്തു ആദ്യം പഠിപ്പിച്ചപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ആളുകളുടെ അഭിപ്രായം മാറ്റി. അതുവരെ ആളുകൾ ദൈവത്തെ വിളിച്ചത് തെറ്റായിട്ടാണ്. നമ്മുടെ എല്ലാം മലയാള പുസ്തകത്തിലുണ്ടല്ലോ, യഹോവ എൻ്റെ ഇടയനാകുന്നു. യഹോവ എന്നുള്ള വാക്ക് ഏകദേശം 3000-ലധികം പ്രാവശ്യം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അനേക പ്രാവശ്യം ആവർത്തിച്ച് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ് യഹോവ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, യഹോവ എന്നുള്ള വാക്ക് തെറ്റായ ഒരു പ്രൊനൗൺസിയേഷനാണ്. പിന്നെ എന്താ വേദപുസ്തകത്തിലെ ദൈവത്തിൻ്റെ പേര്? ഞാൻ പറയാം. ദൈവത്തിൻ്റെ പേര് ആദ്യമായിട്ട് ചോദിച്ചൊരു മനുഷ്യൻ മൂസാ നബിയാണ്. മോശ എന്ന് പറയുന്ന ഒരു യഹൂദനാണ് ആദ്യമായിട്ട് ദൈവത്തോട് പേരെന്താണെന്ന് ചോദിച്ചത്. കാരണം മോശ മരുഭൂമിയിൽ നിന്നപ്പോൾ ഒരു മുൾപ്പടർപ്പ് തീ പിടിക്കുന്നു. ആ തീ പിടിച്ചപ്പോൾ അവിടെ ചെന്നു. കാരണം മുൾപ്പടർപ്പ് കത്തിയിട്ടില്ല, തീ മാത്രം ആളിക്കത്തുന്നു. അദ്ദേഹം അടുക്കുവാൻ വേണ്ടി ഉരമ്പിട്ടപ്പോൾ ദൈവം പറഞ്ഞു, നിൽക്കുക. യു ആർ സ്റ്റാൻഡിങ് ഇൻ എ ഹോളി പ്ലേസ്, റിമൂവ് യുവർ സാൻഡൽസ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ ചെരുപ്പൂരി കളയുക. അവൻ ചെരുപ്പൂരി അടുക്കലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ദൈവം അരുളി ചെയ്തു, ഐ ആം ദ ലോർഡ്, ഞാനാണ് ദൈവം. യു ഹാവ് ടു ഗോ ടു ഈജിപ്റ്റ് ആൻഡ് ടെൽ ലെറ്റ് മൈ പീപ്പിൾ ഗോ. എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് ഫറവോനോട് പറയുക. അവിടെ അടിമപ്പണി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവിടെ ഇഷ്ടിക ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെല്ലാം എൻ്റെ ആളുകളാണ്, എൻ്റെ ജനമാണ്. അവരാരാധിക്കുവാൻ വേണ്ടി വിട്ടയക്കണം. നീ രാജാവിനോട് ചെന്ന് പറയണം. അപ്പൊ മോശ പറഞ്ഞു, എന്തോ? അവരെന്നോട് ചോദിക്കും ഏത് ദൈവമാണ് നിന്നെ വിട്ടത്? കാരണം 10-ലധികം ദേവന്മാരെ ആരാധിക്കുന്നവരെ ഈജിപ്ഷ്യൻ. രാജാവിൻ്റെ കിരീടത്തിന് മുകൾ പോലും ഒരു പാമ്പുണ്ട്, പാമ്പിനെ പോലും ആരാധിക്കുന്നവരാണ്. നൈൽ നദിയെ ആരാധിക്കുന്നവരാണ്, തവളയെ ആരാധിക്കുന്നവരാണവർ. ആകാശത്തെയും മേഘത്തെയും ആരാധിക്കുന്നവരാണ്. സൃഷ്ടിതാവിനേക്കാൾ ഉപരിയായി സൃഷ്ടിയെ ആരാധിക്കുന്ന ആളുകളാണ് ഈജിപ്ഷ്യൻസ്. വാട്ട് വിൽ ഐ ടെൽ ദം ഹു ഹാസ് സെന്റ് മീ? നിന്നെ വിട്ടവൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും എന്ന് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ ഇങ്ങനെ ഉത്തരം പറഞ്ഞാൽ മതി. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 3:14. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദൈവം അവൻ്റെ പേര് ആദ്യമായി വെളിപ്പെടുത്തുന്നു. ഐ ആം ദാറ്റ് I am has sent you. ഞാനാകുന്നവൻ ഞാനാകുന്നു. നീ അത്രയും പറഞ്ഞാൽ മതി. ഓ, അത് ശരി. അപ്പൊ അതാ പേര്. എന്താ പേര്? ഞാനാകുന്നവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേരുണ്ടോ? സാധാരണ പേരെന്ന് പറഞ്ഞാൽ നാമം എന്നല്ലേ? നൗൺ ഈസ് നെയിം അല്ലേ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പേരെല്ലാം നാമമാണ്. മറ്റേത് ക്രിയയാണ്. ക്രിയ ആരും പേരിനിടാറില്ല. ഇപ്പം എന്നോട് ആരെങ്കിലും ചോദിക്കുക എന്താ പേര്? എൻ്റെ പേര് ജമ്പിങ്, ചാടുന്നവൻ. അയ്യോ, അങ്ങനെ ഒരു പേരുണ്ടോ? മൈ നെയിം ഈസ് സ്മൈലിംഗ്, ചിരിക്കുന്നു, അതാ എൻ്റെ പേര്. നിന്റെ പേരെന്താ? ഞാൻ നടക്കുന്നു, അതാ എൻ്റെ പേര്. അങ്ങനെ ആരെങ്കിലും പേരിടാറുണ്ടോ? ഇല്ല. ക്രിയാപദം ആരും പേരായിട്ട് ഉപയോഗിക്കാറില്ല. നമ്മൾ ഉപയോഗിക്കുന്ന നൗണാണ്, നാമമാ പേരിന് ഉപയോഗിക്കുന്നത്. ദൈവം പറയാണ്, ഗോ ആൻഡ് ടെൽ ദം മൈ നെയിം ഈസ് ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഐ ആം ദ വൺ ഹൂ ഈസ് എക്സിസ്റ്റിംഗ്, ഐ ആം ദ വൺ ഹൂ കോസ് ടു എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന അസ്തിത്വമുള്ളവൻ ഞാനാണ്, ജീവിക്കുന്നവൻ ഞാനാണ്, സർവശക്തൻ ഞാനാണ്, ചരാചരങ്ങളെ നിയന്ത്രിക്കുന്നവൻ ഞാനാണ്. പറക്കുന്ന ഈച്ചയിലും കടിക്കുന്ന കൊതുകിലും അതുപോലെ പാൽ ചുരത്തുന്ന പശുവിലും ചലിക്കുന്ന ഓരോ ഇലയിലും ഓരോ വൃക്ഷത്തിലും മുളച്ചു വരുന്ന ഓരോ പുല്ലിലും ഒഴുകുന്ന ഓരോ മീനിലും ഇഴയുന്ന ഓരോ പാമ്പിലും എൻ്റെ ജീവനാണുള്ളത്. ഐ ഗീവ് ദം ദ ലൈഫ്. ഐ ആം ദ ലൈഫ് ഗിവർ. ഐ ആം ദ വൺ ഹൂ ഈസ് എക്സിസ്റ്റിംഗ്. ഉള്ളവൻ ഞാൻ മാത്രമാണ്. ഹി ഈസ് ദ വൺ ഹൂ വാസ്, ഹൂ ഈസ് ആൻഡ് ഹൂ ഈസ് ടു കം. ഇരുന്നവനും ഇരിക്കുന്നവനും വരുവാനുള്ളവനും അവനാ ദൈവം.
ആദിയും അന്തമില്ലാത്തവൻ, അൽഫയും ഒമേഗയുമായത്, അഖിലചരാചരങ്ങളെ പടച്ചവൻ. മാത്രമല്ല, അതിലില്ലാത്ത ആ കടലിന് ആ ആഴങ്ങളിൽ നിന്ന് തിരമാലകൾ അടിച്ചു വരുമ്പോൾ അവ കരയിലേക്ക് വരാതെ വണ്ണം അതിലാക്കി മണലിനെ വെച്ചവൻ. ആകാശത്തിലെ ചന്ദ്രനെയും സൂര്യനെയും കോടാനുകോടി നക്ഷത്രങ്ങളെയും കയ്യിലിട്ട് അമ്മാനമാടുന്നവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, പരിശുദ്ധനായവൻ, അലിവുള്ളവൻ, അനാഥരുടെയും വിധവയുടെയും പിതാവ്, എല്ലാവർക്കും നോക്കുവാൻ കഴിയുന്ന ജീവന്റെ ധരാവ്, ജീവന്റെ ഉറവിടം, അതാ ദൈവം. ആ ദൈവത്തെ പേരെടുത്ത് വിളിക്കുവാൻ പേടിച്ച ഒരു ജനതയാണ് യഹൂദ ജനത. കാരണം 10 കൽപ്പനകൾ കൊടുത്തപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, thou shall not take my name in vain, എൻ്റെ പേര് വൃഥാ എടുക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് യഹൂദന്മാർക്ക് ഉള്ളിലൊരു പേടിയുണ്ടായി. ദൈവത്തെ യാഹ്വേ എന്ന് വിളിക്കരുത്. because his name is Hayah, the one who is ഉള്ളവൻ, ഉണ്ടാക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, ഇപ്പോഴുള്ളവൻ, സർവശക്തൻ. ആ പേരെടുക്കരുത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? യാഹ്വേ എന്നുള്ള വാക്ക് തെറ്റിച്ച് യഹോവ, അഡോണായ് എന്ന് പറയുന്ന, ലോഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ അനുസരിച്ച് യഹോവ, അഡോണായ്, ലോഡ്, കർത്താവ് എന്നുള്ള ആ പ്രൊനൗൺസിയേഷൻ, ആ ഉച്ചാരണം യാഹ്വേക്ക് ഇട്ടിട്ട് യഹോവ, അഡോണായ്. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ലളിതമായ ഒരു ആശയമാണ്. ദൈവത്തിൻ്റെ പേര് പോലും തെറ്റിച്ച് വിളിക്കുന്ന ആളുകളായ യഹൂദന്മാർ. എന്താ കാരണം? കാരണം അവൻ നീതിയുള്ള ദൈവമാണ്, അവൻ വിശുദ്ധിയുള്ള ദൈവമാണ്, അവൻ ന്യായപാലകനാണ്, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ പേര് ഞാൻ എപ്പോഴെങ്കിലും തെറ്റായി എടുത്ത് എന്നെ ശിക്ഷിക്കുവാൻ ഇട വന്നെങ്കിലോ എന്ന് പേടിച്ചുകൊണ്ട് ഓരോ യഹൂദനും ദൈവത്തിനെ യാഹ്വേ എന്ന് വിളിക്കുന്നതിന് പകരം യഹോവ എന്നാണ് വിളിക്കുവാൻ ധൈര്യപ്പെട്ടത്. അങ്ങനെ യഹൂദന്മാർക്ക് ദൈവത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നപ്പോഴാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം അനുസരിച്ച്, ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം ഗോഡ് സെൻഡ് ഫോർത്ത് ഹിസ് സൺ ത്രൂ ദ വുമൺ. സ്ത്രീയിലൂടെ ആ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ്റെ പേരാണ് യേശു. യേശുക്രിസ്തു വന്നിട്ട് എന്താ ചെയ്തത്? അവൻ ചരിത്രത്തെ മാറ്റി. 2, അവൻ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റി. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞാൻ മനസ്സിലാക്കുന്നത്, അന്ന് യേശുക്രിസ്തു സംസാരിച്ചപ്പോൾ അവിടെ ഇരുന്ന ഓരോ യഹൂദനും ഞെട്ടിക്കാണും. കാരണം ദൈവത്തെ കോപാകുലനായി, പരിശുദ്ധനായി, ദഹിപ്പിക്കുന്ന അഗ്നിയായി, അവൻ്റെ പേര് പോലും തെറ്റായി വിളിക്കുന്ന ഒരു ജനത ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുകയോ? യേശുക്രിസ്തു ഒരു വരിയുടെ മുന്നോട്ട് പോയി. എന്നിട്ട് പറഞ്ഞു, ഈവൻ ബിഫോർ എബ്രഹാം ഐ ആം ദേർ. അബ്രഹാമിന് മുൻപേ ഞാനുണ്ട്. പിന്നെ യേശുക്രിസ്തു ഒരു വരി കൂടെ മുമ്പോട്ട് പോയിട്ട് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം, 30-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. യേശുക്രിസ്തു അനേക പ്രാവശ്യം ദൈവത്വം തന്നിൽ തന്നെ ദൈവത്വം പ്രഖ്യാപിച്ചു. അനേക പ്രാവശ്യം ഐ ആം. പഴയ നിയമത്തിൽ ദൈവം അയാം എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു അയാം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തിയത് എങ്ങനെയാണോ ആ വെളിപ്പെടുത്തപ്പെട്ട ദൈവം തന്നെയാണ് യേശുക്രിസ്തു. ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണ സത്യമുള്ളവൻ, കോ ഇറ്റേണൽ, കോ ഈക്വൽ ആൻഡ് കോ എക്സിസ്റ്റിംഗ് വിത്ത് ദ ഫാദർ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്, ആൻഡ് ദാറ്റ്സ് വാട്ട് ജീസസ് ക്രൈസ്റ്റ്. ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് പറഞ്ഞത് ഇതാണ്, നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയാം, ആ ദൈവം ഞാനാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന തൻ്റെ ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. No one has seen God at any time, but he who is in the bosom of the Father has explained him, has exegeted him, has declared him, has demonstrated him. അപ്പോൾ ഞാൻ പറയട്ടെ, യേശുക്രിസ്തു ലോകത്തിൽ വന്നതിൻ്റെ ഒരു ഉദ്ദേശം ദൈവം ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ വേണ്ടിയാണ്. ദൈവത്തെക്കുറിച്ച് അബദ്ധവും അപൂർണവും അപക്വവുമായിരിക്കുന്ന ആശയങ്ങൾ നിറയുന്ന ലോകത്തിൽ ദൈവം ആരാണെന്ന് തേടിക്കൊണ്ട് നടക്കുന്ന മനുഷ്യ, നിനക്കുള്ള ഉത്തരവാണ് യേശു. യേശുക്രിസ്തു പറഞ്ഞു ഐ ആം ഗോഡ്, ഞാനും പിതാവും ഒന്നാകുന്നു. പക്ഷേ ആളുകൾക്ക് മനസ്സിലായില്ല. യോഹന്നാൻ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ദ ബുക്ക് അബൌട്ട് ദ ഡീറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് 21 അധ്യായങ്ങളിൽ. പക്ഷേ എന്ത് പറയാം, ഈ 21 അധ്യായത്തിലും ആളുകൾക്ക് യേശുവിനെ മനസ്സിലായില്ല. ഇന്നും അങ്ങനെയാണല്ലോ, ഇന്നും യേശുവിനെ ആളുകൾക്ക് മനസ്സിലായില്ല. ഉണ്ടോ? ഇല്ല. ഇന്നും നമ്മൾ ആരാധിക്കുന്ന ഉണ്ണീശോയാണ്. കാരണം ഉണ്ണീശോ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഉണ്ണീശോ എൻ്റെ പാപത്തിന് നേരെ വിരൽ ചൂണ്ടത്തില്ല. ഉണ്ണീശോ ഒരിക്കലും എന്നെ
റെബ്യൂക്ക് എന്നെ വഴക്ക് പറയത്തില്ല. ഉണ്ണിയേശു ഒരിക്കലും എന്നോട് കോപിക്കത്തില്ല. മാത്രമല്ല ഉണ്ണിയേശു ആകുമ്പോൾ എനിക്ക് സൗകര്യമായി. ഈ ഉണ്ണിയേശു എനിക്ക് ഇഷ്ടമുള്ളിടത്ത് എടുത്തുകൊണ്ട് പോകാം. ഉണ്ണിയേശു ഞാൻ പറയുമ്പോൾ കേൾക്കും. ഉണ്ണിയേശുക്ക് എനിക്ക് താരാട്ട് പാടുവാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന, എന്നെ അനുസരിക്കുന്ന, എനിക്ക് നിയന്ത്രിക്കുവാൻ പറ്റുന്ന ദൈവത്തെയാണ് എനിക്ക് ആവശ്യം. അതാ മനുഷ്യൻ്റെ ചിന്ത. വെറുതെയാണോ നമ്മുടെ നാട്ടുകാരനായ യൂസഫ് അലി കേച്ചേരി പറഞ്ഞത്, 6-ാം ദിവസം മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചു മണ്ണാൽ മനുഷ്യനെ, 7-ാം ദിവസം മനുഷ്യൻ സൃഷ്ടിച്ചു കല്ലാൽ ദൈവത്തെ. അപ്പം മനുഷ്യനെ ദൈവം സ്വന്തം ഛായയിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയപ്പോൾ മനുഷ്യൻ എന്താ ചെയ്തത്? മനുഷ്യൻ്റെ ഛായയിലും സ്വരൂപത്തിലും ചിന്തയ്ക്കും അനുസരിച്ച് ദൈവത്തെ മെനഞ്ഞുണ്ടാക്കി. ഇത് കണ്ടതുകൊണ്ടാണ് നമ്മുടെ ചങ്ങമ്പുഴ ചോദിച്ചത്, 2 തുട്ടേകുകിൽ ചുണ്ടിൽ ചിരിവരും തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം. പാൽപ്പായസം കാണുമ്പോൾ ഉടനെ സ്വർഗത്തിലേക്ക് പാസ്പോർട്ട് നൽകുന്നവൻ എന്ത് ദൈവം? കഷ്ടം മതങ്ങളെ നിങ്ങൾ തൻ ദൈവങ്ങൾ, നട്ടല്ലില്ലാത്ത നപുംസകങ്ങൾ. അന്ന് അദ്ദേഹം എഴുതുവാനുള്ള കാരണം ദൈവത്തെക്കുറിച്ച് വികലവും വികൃതവുമായ ചിത്രം മനുഷ്യരാശി ചരിത്രത്തിൽ വരച്ചതുകൊണ്ടാണ്. എന്നാൽ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി ലോകത്തിലേക്ക് വന്ന ദൈവത്തിന്റെ പുത്രനാണ് കർത്താവായ യേശുക്രിസ്തു. And he changed the concept of God. ദൈവത്തെക്കുറിച്ചുള്ള ആശയം മാറ്റിമറിച്ചവനാണ് യേശു. Because he is the Messiah of change. മാറ്റങ്ങളുടെ മശിഹയാണ് യേശു. അവൻ ചരിത്രം മാറ്റി, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റി. ദൈവം ഏകനാണ് എങ്ങനെ മനസ്സിലായി? യേശു കർത്താവ് പറഞ്ഞു. ദൈവം കൃപാലുവാണ് എങ്ങനെ മനസ്സിലായി? യേശു ക്രിസ്തു പറഞ്ഞു. ദൈവം ക്ഷമിക്കുന്നവനാണ് എങ്ങനെ മനസ്സിലായി? യേശു കർത്താവ് പറഞ്ഞു. ദൈവം കൃപാലുവാണ് എങ്ങനെ അറിയാം? വേദപുസ്തകം പറഞ്ഞു. ഇന്ന് നമുക്ക് ദൈവത്തെ പേടിയാണ് കേട്ടോ. എന്തിനെ ആളുകൾ പോകുന്നത്? ബിസിനസ്സുകാരെല്ലാം എല്ലാ വർഷവും ഏതെങ്കിലും ഒരു വിശുദ്ധ സ്ഥലത്ത് ചെല്ലും. എന്തിനാ വിശുദ്ധ സ്ഥലത്ത് ചെല്ലുന്നത്? എൻ്റെ ബിസിനസ് തകരരുത്, എൻ്റെ കുടുംബം തകരരുത്, എൻ്റെ മക്കൾക്കോ ഭാര്യയ്ക്കോ കുടുംബത്തിനോ ഒന്നും ഒരു അസ്വസ്ഥതയും ഉണ്ടാകരുത്, ഞങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകരുത്, ഞങ്ങളുടെ ബിസിനസ്സിന് അടിവെച്ച് കയറ്റം കയറണം. വളരെ നിർഭാഗ്യവശാൽ അങ്ങനത്തെ ഒരു സുവിശേഷമായി ഇന്ന് TV തുറന്നാൽ കാണുന്നതല്ലേ? അനുഗ്രഹിക്കുന്ന യേശു, സുഖപ്പെടുത്തുന്ന യേശു, കണ്ണീർ തുടയ്ക്കുന്ന യേശു, നിങ്ങളുടെ കുടുംബത്തിൽ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന യേശു, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്ന യേശു. അങ്ങനെയുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ TV തുറന്നാൽ പോലും കാണുവാൻ കഴിയുന്നത്. മാത്രമല്ല അവർ പറയുന്നത്, നിങ്ങൾ എനിക്ക് 1 തന്നാൽ കർത്താവ് നിങ്ങൾക്ക് 4 തരും. ഇത് നല്ല ശരിയായിപ്പോയി. ഇത് പണ്ട് ഞാൻ ജനിച്ചു വളർന്ന വയനാട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്തൊരു മാരിയമ്മൻ കോവിലുണ്ട്. ആ കോവിലിൻ്റെ ഉത്സവത്തിൻ്റെ സമയത്ത് ഈ മുച്ചീട്ട് കളിക്കാർ വരും. ആ മുച്ചീട്ട് കളിക്കാർ മേശപ്പുറത്ത് പല ചിത്രങ്ങളൊക്കെ വെച്ചിട്ടൊരു പകട വെച്ച് കളിക്കും. പകട വയ്ക്കുമ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ്? വെയ് രാജാവേ, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8, 8 വെച്ചാൽ 16, കാലിയടിച്ചാൽ കമ്പനിക്ക്, അല്ലെങ്കിൽ മൊത്തം നിങ്ങൾക്ക്. ഇതാണ് വെയ് രാജാവേ. അങ്ങനെ പല ചിത്രങ്ങൾ വെച്ച് കാശ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി കിട്ടുന്ന ഒരു സമ്പ്രദായം, ഒരു കളി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അങ്ങനെയുള്ളൊരു സുവിശേഷമാണ് ഇന്ന് സമൃദ്ധിയുടെ സുവിശേഷം. യേശു എന്താ പറഞ്ഞത്? ഇഫ് യു ഫോളോ മീ യു ഹാവ് നത്തിങ്. യേശു പറഞ്ഞത്, നിങ്ങൾ കുറുനരികൾക്ക് കുഴിയും അതുപോലെ പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രനെ തലചായ്ക്കുവാൻ ഇടമില്ല. അതുകൊണ്ട് യേശുവിനെ ആരും സമ്പത്തിന് വേണ്ടി പിന്തുടരേണ്ട ആവശ്യമില്ല എന്നർത്ഥം. സുരക്ഷിതത്തിന് വേണ്ടി യേശു ക്രിസ്തുവിനെ പിന്തുടരേണ്ട, രോഗസൗഖ്യത്തിന് വേണ്ടി യേശുവിനെ പിന്തുടരേണ്ട. ഇതൊന്നും തരത്തില്ലെന്നല്ല അർത്ഥം. പക്ഷെ അതല്ല യേശു. യേശു ആരാണെന്നറിയാമോ? യേശു മാറ്റങ്ങളുടെ മശിഹയാണ്. നമുക്കിന്ന് ഉണ്ണി യേശുവാണ് വേണ്ടത്. അല്ലെങ്കിൽ ഒരു 10 or 25 രൂപ കൊടുത്ത് ഒരു കലണ്ടർ വെട്ടി 100 രൂപ കൊണ്ട് ഫ്രെയിം ചെയ്ത് വീട്ടിൻ്റെ അകത്ത് കൊണ്ടുവെക്കും. ആ യേശുവിന് ആവശ്യമുള്ളപ്പോൾ ചന്ദനത്തിരിയോ നെയ്ത്തിരിയോ നമ്മൾ കത്തിക്കും, മെഴുകുതിരിയോ എല്ലാം കത്തിച്ചിട്ട് പറയും, ജീസസ് യു ക്യാൻ ബി ഓൺ ദ ടോപ്പ്. യേശുവെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഏറ്റവും കുടുന്നയിൽ നിന്നിരുന്നു, താഴേക്ക് ദയവ് ചെയ്ത് വരരുത്. കാരണം ഇവിടെ 365 ദിവസം ഉണ്ടെങ്കിലും ഈ 365 ദിവസം എൻ്റെ ഫ്ലാറ്റിൽ ഒരു 365.25 ദിവസം, അങ്ങനെയാണല്ലോ അല്ലേ? 365.25 ദിവസം അല്ലേ? 365.25 ദിവസം ഉള്ളിടത്ത് ഒരു കാലെങ്കിലും അടിച്ചില്ലെങ്കിൽ എൻ്റെ കാല് നിലത്തുറയ്ക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കുടിച്ച് ഫ്ലാറ്റായിട്ട് എൻ്റെ ഫ്ലാറ്റിൽ കിടക്കും. ഈ ഷോയെ ഇങ്ങോട്ട് നോക്കരുതേ. അതുകൊണ്ട് യേശുവിനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കാം. വി ഡോണ്ട് നീഡ് ജീസസ്. ഈ യേശുവിനെ നമുക്ക് വേണ്ട. യേശുവിനെ നമ്മൾ പുറന്തള്ളി. ആദ്യം നമ്മൾ അവനെ വെട്ടിക്കളഞ്ഞു, ജീവിതത്തിൽ നിന്ന് പുറന്തള്ളി, അവനെ ഫ്രെയിം ചെയ്ത് നമ്മൾ റൂമിൽ തൂക്കി വയ്ക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഹു ഈസ് ക്രൈസ്റ്റ് യു? ആ യേശു നിന്റെ ജീവിതത്തിൽ ആരാണ്? ചരിത്രത്തെ മാറ്റാൻ വന്നവനായ യേശു, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റാൻ വന്നവനാണ് യേശു. മാത്രമല്ല അവൻ രോഗത്തെ മാറ്റിയവനാണ്. രാജഭൃത്യൻ്റെ മകൻ്റെ അസുഖത്തെ മാറ്റിയിട്ട് വേദപുസ്തകത്തിൽ വായിക്കുന്നു, നാനാവ്യാധിക്കാർ യേശുവിനെ കാണാൻ വരുമ്പോൾ നാം വായിക്കുന്നതാണ്, ആൻഡ് മെനി പീപ്പിൾ ഡിസീസ് കെയിം ടു ഹിം ആൻഡ് ഹി ഹീൽഡ് ദം ഓൾ. അനേക നാനാവ്യാധിക്കാർ അനേക സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നപ്പോൾ യേശുക്രിസ്തു അവരെല്ലാം സൗഖ്യമാക്കി. ഭൂതബാധനെ യേശുക്രിസ്തു സൗഖ്യമാക്കി. പത്രോസിൻ്റെ അമ്മായിയമ്മ, അയ്യോ
പത്രോസിന് അമ്മായിയമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മാരീഡ് ആയിരുന്നു. അദ്ദേഹം ബിഷപ്പായിരുന്നു, മൂപ്പനായിരുന്നു. അതുകൊണ്ട് മൂപ്പന്മാർ വിവാഹിതരായിരിക്കണം, ബിഷപ്പ് വിവാഹിതനാകണം. കാരണം പത്രോസിന് അമ്മായിയമ്മ ഉണ്ടായിരുന്നു. ആൻഡ് ഹി ഹീൽഡ് ഹർ. അവളെ യേശു കർത്താവ് സുഖപ്പെടുത്തി. കുഷ്ഠരോഗികളെ അനേകരെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. 8-ാം അധ്യായം, മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ വളരെ ഹാർദമായൊരു ഭാഗമുണ്ട് കേട്ടോ. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു എന്ന് പറഞ്ഞു, ലോർഡ് ഇഫ് യു വിൽ, കർത്താവെ നിനക്ക് ഹിതമെങ്കിൽ, നിനക്ക് ഇച്ഛയാണെങ്കിൽ, നിനക്ക് കരുണയുണ്ടെങ്കിൽ എന്നെ നീ അവിടെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, എനിക്ക് മനസ്സുണ്ട്. നമ്മളെ മാറ്റുവാൻ മനസ്സുള്ളവനായ യേശു കർത്താവ് എന്താ ചെയ്യുന്നറിയാമോ? ഈ കുഷ്ഠരോഗിയുടെ അടുത്ത് ചെന്ന് തൊട്ടു. ആഹാ, അപ്പോൾ അതാണ് യേശുവും ഞാനും തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന സരസനായ ഒരു ബിഷപ്പ് അദ്ദേഹം പറഞ്ഞു, ഞാനായിരുന്നു യേശുവെങ്കിൽ ആദ്യം സൗഖ്യമാക്കും, പിന്നെ തൊടും. എന്താ കാരണം? കയ്യിൽ മുഴുവൻ കുഷ്ഠമാണ് കേട്ടോ. വിരലെല്ലാം പറഞ്ഞിരിക്കുന്നു, ചോരയും ചലവും ഒഴിക്കുന്നു, ഈച്ച പറക്കുന്നു, നാറ്റം കൊണ്ട് അടുക്കാൻ പറ്റത്തില്ല. അവൻ്റെ വസ്ത്രത്തിൽ മുഴുവൻ ചലം ഒലിച്ചിരിക്കുകയാണ്. അങ്ങനെ വൃത്തികെട്ടായ നാറ്റം വമിക്കുന്ന ഒരു മനുഷ്യനെ യേശുക്രിസ്തു തൊട്ടു എന്ന് പറഞ്ഞു സൗഖ്യമാകുക. അവൻ സൗഖ്യമായി, അവനെ മാറ്റുന്നവനാണ് യേശു. ബിഷപ്പ് പറഞ്ഞു, ഞാനായിരുന്നെങ്കിൽ ആദ്യം അവനെ സൗഖ്യമാക്കും എന്ന് പറയും. ഇനി വീട്ടിൽ പൊക്കോ കേട്ടോ, നീ സുഖമായി, എന്നാൽ വിരലൊക്കെ നന്നായി വന്നിട്ടുണ്ടല്ലോ, ഇപ്പം നാറ്റമൊന്നുമില്ല കേട്ടോ, രക്തമൊന്നും വമിക്കുന്നില്ല, നീ സന്തോഷത്തോടുകൂടെ വീട്ടിലോട്ട് പൊക്കോ. പക്ഷേ യേശുവിൻ്റെ വഴി അതല്ല, അവൻ തൊടുന്നവനാണ്. If there is anybody here, he is willing to touch you and change you. നിന്നെ പൂർണ്ണമായി മാറ്റുവാൻ ശക്തിയുള്ളവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. മാറ്റങ്ങളുടെ മശിഹ. അവൻ തൊടുക മാത്രമല്ല, അവനെ തൊട്ടവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ യേശു ക്രിസ്തു അത്ഭുതം ചെയ്യുവാൻ വേണ്ടി ഒരു ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ പുരുഷാരം തിക്കിത്തള്ളി. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ആരാണ് എന്നെ തൊട്ടത്? ശിഷ്യന്മാർ ചോദിച്ചു, എന്നാ കളിയായത്? കോട്ടയംകാരുടെ ഭാഷയിൽ പറഞ്ഞ, എന്നതാ കർത്താവ് ഈ പറയുന്നത്? എന്നാ ഇവിടെ ഇത്രയും ആളുകൾ എന്നെ തിക്കിത്തിരക്കുമ്പോൾ ആരെ എന്നെ തൊട്ടതെന്ന് നീ ചോദിക്കുന്നത് എന്തുകൊണ്ട്? യേശു ക്രിസ്തു പറഞ്ഞു, നോ, somebody has touched me. എന്നെ ആരോ തൊട്ടിട്ടുണ്ട്. കാരണം എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പോയി. അത് പറഞ്ഞു തീർന്ന ഉടനെ ഒരു സ്ത്രീ വന്ന് യേശു ക്രിസ്തുവിന് മുമ്പിൽ താണു വീടുകൊണ്ട് പറഞ്ഞു, ലോർഡ് ഇറ്റ് ഈസ് മീ, ഐ ഹാവ് ടച്ച്ഡ് യു. അനേക വർഷങ്ങളായി രക്തസ്രാവം കൊണ്ട് വളരെ കഷ്ടത അനുഭവിക്കുന്ന രോഗിയായിരുന്നു ഞാൻ. നിന്നെ തൊട്ടാൽ, നിന്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എൻ്റെ ജീവിതത്തിന് വ്യതിയാനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് അറിയാൻ അടിയാതെ തൊട്ടുപോയതാണ്. പക്ഷേ now I am healed. യേശുവിനെ തൊട്ടപ്പോൾ അത്ഭുതം സംഭവിച്ചു. യേശു തൊട്ടപ്പോൾ അത്ഭുതം സംഭവിച്ചു. അത് അന്നത്തെ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഇന്നും മനുഷ്യ ഹൃദയങ്ങളെ തൊടുവാൻ വേണ്ടി യേശു ക്രിസ്തു വെമ്പുന്നു. He is willing to touch your life. നിന്റെ ജീവിതത്തെ സ്പർശിക്കുവാൻ, നിന്നെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നവനാണ് കർത്താവായ യേശു. ചരിത്രത്തെ മാറ്റുന്നവൻ, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റുന്നവൻ, രോഗത്തെ മാറ്റുന്നവൻ. 38 വർഷമായിട്ട്, അനേക വർഷങ്ങളായിട്ട് ഒരു കുളക്കടവിൽ കിടക്കുന്ന പക്ഷവാത രോഗിയെ മാറ്റുന്നവൻ, കട്ടിലിൽ കൊണ്ടുവന്ന പക്ഷവാത രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തുവൻ, വരണ്ട കൈയുള്ളവനെ സൗഖ്യമാക്കിയവൻ, ശതാധിപന്റെ മകനെ എഴുന്നേൽപ്പിച്ചവൻ, രക്തസ്രാവക്കാരിയെ തൊട്ടവൻ, ഊമനും പിശാചിബാധനും ചന്ദ്രരോഗിയുമായവനെ തൊട്ടവൻ, മഹോദരം പിടിച്ചവനെ തൊട്ടവൻ. ഞാൻ പറയട്ടെ, ജീസസ് ചേഞ്ചസ്. അവൻ്റെ അത്ഭുതങ്ങൾ മുഴുവൻ മാറ്റത്തിൻ്റെ അത്ഭുതങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു ചെയ്ത അത്ഭുതം വെള്ളത്തെ വീഞ്ഞാക്കി. ചേഞ്ച്, മാറ്റങ്ങളുടെ മശിഹ. മാത്രവുമല്ല, അവൻ പ്രകൃതിയുടെ നിയമത്തെ മാറ്റി. സാധാരണ സ്കൂളിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മളൊരു ഇരുമ്പിൻ്റെ കഷ്ണം വെള്ളത്തിലിട്ടാൽ ആ ഇരുമ്പ് വെള്ളത്തിൽ പോകുന്നു. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ കപ്പൽ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. എന്താ കാരണം? സയൻസ് പിള്ളേരെല്ലാം വളരെ കൂലങ്കുഷമായിട്ട് ചിന്തിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉത്തരം പറയും. ഒരു വികൃതിയോട് ചോദിച്ചു, എടാ സയൻസ് ക്ലാസ്സിലാണ്, സാറ് ചോദിച്ചു, എടാ ദാമു പറഞ്ഞേ, ഒരു ഇരുമ്പിൻ്റെ കഷ്ണം വെള്ളത്തിലിട്ടാൽ മുങ്ങിപ്പോകും, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വലിയ കപ്പൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കും, എന്താ കാരണം? അപ്പോൾ ദാമു പറഞ്ഞു, അതെ സാറേ, കപ്പലിൻ്റെ കിടപ്പ് അങ്ങനെയാണ്, അതങ്ങനെയാണ് കിടക്കും. ചുരുക്കി പറഞ്ഞാൽ അവന് ഉത്തരമില്ല. നമുക്കറിയാം അതിൻ്റെ സയൻസ് എന്താണെന്നറിയാം. പക്ഷേ ഒരു മനുഷ്യനും വെള്ളത്തിന് മുകളിൽ നിൽക്കാൻ ഒക്കത്തില്ല. പക്ഷേ ഞങ്ങൾക്കറിയാമോ, കർത്താവായ യേശു, ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു വെള്ളത്തിൻ്റെ മുകളിൽ നടന്നവനാണ്. ഞാൻ ചോദിക്കട്ടെ, അന്ന് ഗുരുത്വാകർഷണം എന്ന് പറയുന്ന നിയമത്തിന് എന്ത് സംഭവിച്ചു? ശാസ്ത്ര നിയമത്തിന് എന്ത് സംഭവിച്ചു? ഞാൻ പറയട്ടെ, പ്രകൃതിയുടെ നിയമത്തെ മാറ്റുന്നവനായ യേശു ക്രിസ്തു. വെള്ളത്തെ വീഞ്ഞാക്കിയപ്പോൾ അവിടെ രാസമാറ്റം ഉണ്ടായില്ലേ? വെറും പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റണമെങ്കിൽ സാധാരണക്കാരന് കഴിയുമോ? പ്രകൃതി നിയമത്തെ മാറ്റിയവനാണ്. കാറ്റ്
കാറ്റും കോളും ഉണ്ടായപ്പോൾ കാറ്റേ അടങ്ങുക, കോളെ ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റും കോളും അടക്കി നിർത്തിയവൻ, ഒറ്റ വാക്കുകൊണ്ട് നിർത്തിയപ്പോൾ ആളുകൾ ചോദിച്ച ചോദ്യം 3 പ്രാവശ്യം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ ചോദ്യം ഇതാണ്, ഹൂ ഈസ് ദിസ് മാൻ? കാറ്റിനെയും കടലിനും പോലും അവനെ അനുസരിക്കുന്നല്ലോ. ഇവൻ ആരാണ്? വെള്ളത്തെ മാറ്റുന്നവൻ ഇവൻ ആരാണ്? രോഗിയെ സൗഖ്യമാക്കുന്നവൻ ഇവൻ ആരാണ്? മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ ഇവൻ ആരാണ്? 5 അപ്പം കൊണ്ട് 5000 പേർക്കും മറ്റൊരു സമയത്ത് 4000 പേർക്കും ഭക്ഷണം ഉണ്ടാക്കിയവനാണ് യേശുക്രിസ്തു. പ്രകൃതി നിയമത്തെ അവൻ മാറ്റി. കൂനിയായ സ്ത്രീയെ യേശുക്രിസ്തു തൊട്ടു, അവളെ നിവർത്തി. കൂനിയെ മാറ്റുന്നവൻ യേശുക്രിസ്തു. അത്തിയെ ഉണക്കിയവൻ യേശുക്രിസ്തു. മൽക്കോസിന്റെ കാതിനെ എടുത്ത് തിരികെ വെച്ച് അവനെ സുഖമാക്കിയവൻ യേശുക്രിസ്തു. ശവക്കല്ലറുകളെ തുറന്നവൻ യേശുക്രിസ്തു. മീനുകൾ രാത്രി മുഴുവൻ ശ്രമിച്ചിട്ടും മീനുകളെ കിട്ടാതായപ്പോൾ അവിടെ അത്ഭുതപൂർവമായിട്ട് മീനുകളെ കൊണ്ടുവന്നവൻ യേശുക്രിസ്തു. പ്രകൃതിയുടെ നിയമങ്ങളെ മാറ്റുന്നവൻ യേശുക്രിസ്തു. He can change history. അവന് ചരിത്രത്തെ മാറ്റുവാൻ കഴിയും. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റുവാൻ കഴിയും. അവന് രോഗത്തെ മാറ്റുവാൻ കഴിയും. അവന് പ്രകൃതി നിയമത്തെ മാറ്റുവാൻ കഴിയും. അവന് മരണത്തെ മാറ്റുവാൻ കഴിയും. നൈനിലെ വിധവയായ മകൻ, ഒരു വിധവയുടെ മകനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ വിലാപ യാത്ര നൈനിലൂടെ വന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, മഞ്ചം താഴെ നിർത്തുക. ദുഃഖിതയായ സ്ത്രീയുടെ മുഖത്തേക്ക് യേശുക്രിസ്തു നോക്കി. മുൻപേ ഭർത്താവ് മരിച്ചു, ഇപ്പോൾ അവൾ വിധവയാണ്. ഏക ആശ്രയമായിരിക്കുന്ന മകനും മരിച്ചിരിക്കുന്നു. യേശുക്രിസ്തു അവിടെ നിർത്തി അവനെ എഴുന്നേൽപ്പിച്ച് അമ്മയുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നു. കാരുണ്യത്തിൻ്റെ ആൾരൂപമാണ്, കരുതലിൻ്റെ ആൾരൂപമാണ്, സഹനത്തിൻ്റെയും സാന്ദ്രതയുടെയും ആൾരൂപമാണ് കർത്താവായ യേശുക്രിസ്തു. സഹാനുഭൂതിയുടെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ആ മകനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഹൃദയമുള്ളവനായ യേശുക്രിസ്തു, ആവശ്യങ്ങളുടെ മുഖത്ത് വരുന്നവനായ യേശുക്രിസ്തു. ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ മരിച്ച് 4 ദിവസമായി നാറ്റം പിടിച്ച് കിടക്കുന്ന ലാസറിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ യേശുക്രിസ്തു കല്ലറയിലേക്ക് പോകുമ്പോൾ സഹോദരിമാർ പറഞ്ഞു, അയ്യോ പോകണ്ട, മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ചിരിക്കുകയാണ്. യേശുക്രിസ്തു പറഞ്ഞു, വരിക, പോകാം, ലെറ്റ്സ് ഗോ ദേർ. അവിടെ ചെന്നു. നാം വായിക്കുന്നത് എങ്ങനെയാണ്? 11-ാം അധ്യായം 35-ാം വാക്യത്തിൽ, and Jesus wept. വേറെ പറഞ്ഞാൽ Jesus began to weep bitterly. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യേശു കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞാൽ കണ്ണുനീർ ധാരധാരയായി വന്നു. അയ്യോ, എനിക്കൊരു സംശയം, എന്തിനാ യേശു അവിടെ പോയത്? ഉയർത്തെഴുന്നേൽപ്പിക്കാൻ. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഈ ലാസർ ജീവനോടെ വരത്തില്ലേ? വരും. പിന്നെ എന്തിനാ കരഞ്ഞത്? ഹലോ, ഒരൊറ്റ നിമിഷം കൊണ്ട് യേശുക്രിസ്തു പറയും, ലാസറേ പുറത്തു വരിക എന്ന് പറയും. യേശുവിൻ്റെ ശബ്ദം കേൾക്കും, കല്ലറ തുറക്കും, അദ്ദേഹം പുറത്തു വരും. അങ്ങനെ ആ സ്നേഹിതനെ, വളരെ കാലം പരിചയമുള്ള തൻ്റെ ദൃഢ സ്നേഹിതനെ കാണുവാനും പുണരുവാനും സന്തോഷിക്കുവാനും കഴിയുന്ന അസുലഭ നിമിഷങ്ങൾ ഇത് ആഗതമായിരിക്കുന്നു അല്ലേ? പിന്നെ എന്തിനാ യേശുക്രിസ്തു കരഞ്ഞത്? ഞാൻ പറയാം, കരയുന്നവൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നവനായ യേശു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് ഉത്തരം തരാതിരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയുടെ വെളിപ്പുറത്ത് വരുന്നവനായ യേശു. നിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുന്നവനായ യേശു. നിന്റെ കണ്ണുനീരിൻ്റെ ഉപ്പിൻ്റെ നനവുള്ള കണ്ണുനീർ മനസ്സിലാക്കുന്നവനായ യേശു. നിന്റെ ഹൃദയത്തിൻ്റെ ദുഃഖം മനസ്സിലാക്കുന്നവനായ യേശു. തകർന്നു പോകുന്ന നിന്റെ കുടുംബജീവനം മനസ്സിലാക്കുന്നവനായ യേശു. കുടുംബം പിരിഞ്ഞ് ഭാര്യയുമായി വഴക്കുണ്ടാക്കി കുടിച്ച് ബോധം കെട്ട് കള്ള് മാത്രമാണ് ആശ്രയം എന്ന് വിശ്വസിക്കുന്ന മനുഷ്യ, നിന്നോട് ഞാൻ പറയട്ടെ, നിന്റെ കുടുംബത്തെ നേരെ നിർത്തുവാൻ കഴിവുള്ളവനാണ് യേശു. നിന്റെ ദുഃഖത്തെ കാണുന്നവനാണ് യേശു. നിന്നോടുകൂടെ സഹതപിക്കുന്നവനാണ് യേശു. മനുഷ്യൻ്റെ കുറ്റങ്ങളും കുറവുകളും വികാരങ്ങളും വിചാരങ്ങളും അവൻ്റെ കഷ്ടതയും അവൻ്റെ കയ്പും അവൻ്റെ കണ്ണുനീരും അറിയുന്നവനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ലാസറിൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ അത്ഭുതമുണ്ടായി. മരണത്തിൻ്റെ കിടക്ക മാറ്റിവരിച്ചവനായ യേശു. അനേക ആണ്ടുകളായി കിടക്കയിൽ കിടക്കുന്ന മനുഷ്യനോട് യേശുക്രിസ്തു ചോദിച്ചു, ഡു യു വാണ്ട് ടു ബി ഹീൽഡ്? നിനക്ക് സുഖമാകാൻ മനസ്സുണ്ടോ? യേശുക്രിസ്തു പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു, യെസ് കർത്താവെ, ഞാനിവിടെ ഇത്രയും വർഷം, അനേക ആണ്ടുകളായിട്ട് ഞാനിവിടെ കിടക്കുക. ദൂതന്മാർ വരും, കുളം കലക്കും, നമ്മുടെ ജീവിതം മാത്രം കുളമായി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ജീവിതം മാത്രം കുളമായി. കാരണം എൻ്റെ ജീവിതത്തിൽ യാതൊരു രക്ഷയില്ല. എന്താ ചെയ്യുക? യേശുക്രിസ്തു ചോദിച്ചത് എന്താ? നിനക്ക് സുഖമാകാൻ മനസ്സുണ്ടോ? യേശു പറഞ്ഞു, നീ നിന്റെ കിടക്ക എടുക്കുക, എഴുന്നേൽക്കുക, നടക്കുക. ടേക്ക് അപ്പ് ദൈ ബെഡ് ആൻഡ് വാക്ക്.
എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്കുക. ആ മനുഷ്യൻ കിടക്കെടുത്തുകൊണ്ട് നടന്നു. എന്തിനാണെന്നറിയാമോ? ലോകം മുഴുവൻ കാണണം. ആഹാ, ഇത്രയും വർഷങ്ങളായി ഇവിടെ കിടന്നവൻ, കുളക്കരയിൽ കിടന്നവൻ, നമുക്കറിയുന്നതല്ലേ, എത്രയോ വർഷമായിട്ട് കിടക്കുന്ന മനുഷ്യനാ. അവൻ തേണ്ടേ വെറുതെ നടന്നു പോവുകയല്ല. ഹി സ്ട്രോങ് എനഫ് ടു ക്യാരി ഹിസ് ഓൺ ബെഡ്. അവന്റെ ബെഡ് പോലും എടുക്കുവാൻ ശക്തനാക്കി മാറ്റുന്നവനാ എൻ്റെ യേശു. ഈസ് എ ഗോഡ് ഹു ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ജീവിതത്തെ മാറ്റുവാൻ കഴിയുന്ന മശിഹാ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അത്രയും വർഷം അവിടെ കിടന്നിട്ട് അവനെ അവിടെ മരിച്ചു വീഴുമ്പോൾ അവനെ ആ കിടക്കയോടുകൂടെ പായോടുകൂടെ കെട്ടി ഏതെങ്കിലും മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ടുവന്ന് അനാഥരെ അടക്കുന്ന ആ പ്രേതകൂടത്തിൽ അനാഥരെ അടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ആ അനാഥ പ്രേതത്തെ അടക്കുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് ഇടവരാതെ യേശു കർത്താവ് ആ മനുഷ്യൻ്റെ ഭാവിയെ മാറ്റി. എന്ത് മഹിമയുള്ള കർത്താവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വെറുതെയാണോ കവി പറയുന്നത്? ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനൊപ്പം പറയാൻ, പ്ലീസ് എന്നോട് കൂടെ ചേർന്ന് പാടണം. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യരാരുമില്ല. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യരാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും മലയാതെ മോദമായി മോദമായി. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും മോദമായി മോദമായി. മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാം. അവനിക്കു പൊതുവായി നിർത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനു ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനെ വിട്ടൊരു നാളും പോകുമോ പോകുമോ, അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ. അവനെ വിട്ടൊരു നാളും പോകുമോ പോകുമോ, അവനുമേ ചെയ്യുമോ ചെയ്യുമോ. അവനെ ഓർത്തനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ ആരിലും ഉന്നതൻ ക്രിസ്തുവാം. എല്ലാറ്റിലും സുന്ദരനായവൻ, എല്ലാ നാമത്തിനും മേലായ നാമം, എല്ലാറ്റിലും അത്ഭുതകരമായത് യേശുക്രിസ്തു. അവനെ പോലെ ആരും ജനിച്ചിട്ടില്ല. യേശുക്രിസ്തു ജനിച്ചതുപോലെ ആരും ജനിച്ചിട്ടില്ല. യേശുക്രിസ്തു സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. യേശുക്രിസ്തു പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ ആരും പ്രഖ്യാപിച്ചിട്ടില്ല. യേശുവിനെ പോലെ എല്ലാവരും നീതിമാനെന്ന് എഴുതിയിട്ട് ഒരു മനുഷ്യനും മരിച്ചിട്ടില്ല. യേശുവിനെ പോലെ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശുവിനെ പോലെ ആരും വീണ്ടും വരുവാൻ പോകുന്നില്ല. ഇത്രയും അതുല്യനായ ദൈവം അവനാണ് കർത്താവായ യേശുക്രിസ്തു. ഈ ചേഞ്ച് ഡെത്ത്, മരണത്തെ മാറ്റിയവൻ. ഞാനിങ്ങനെ പറയട്ടെ, ലാസറിനെ ഉയർപ്പിച്ചവൻ, യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചവൻ, നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചവൻ നമ്മളെ ഉയർപ്പിക്കാൻ വന്നിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്കെന്തിൻ്റെ ഉയർപ്പിൻ്റെ ആവശ്യം? ഞാൻ മരിച്ചിട്ടില്ലല്ലോ. ഒരു നിമിഷം ക്ഷമിക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്: അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ. ലോകത്തിലെ ഏത് മനുഷ്യനും, ഏത് മതവിഭാഗത്തിൽപ്പെട്ടോ, ഏത് സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള ആളാണെങ്കിലും ദൈവം പറയുന്നു, എവ്രി മാൻ ഈസ് ഡെഡ് ഇൻ സിൻസ് ആൻഡ് ട്രസ്പാസസ്. പാപത്തിൽ, അകൃത്യത്തിൽ മനുഷ്യൻ മരിച്ചിരിക്കുകയാണ്. മനുഷ്യനാവശ്യം ഉയർത്തെഴുന്നേൽപ്പാണ്. എല്ലാ മനുഷ്യനും പാപിയാണ്. വേദപുസ്തകം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യനെ കുനിഞ്ഞു നോക്കുകയാണ്.
എല്ലാ മനുഷ്യരും everybody equally sin, for all have sinned and come short of the glory of God. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപാവരമോ നിത്യജീവൻ തന്നെ. കർത്താവായ യേശുക്രിസ്തു മരണത്തെ മാറ്റി നിത്യജീവൻ നൽകുന്നവനാണ്. നമ്മുടെ ശാപത്തെ മാറ്റുവാൻ, നമ്മുടെ പാപത്തെ മാറ്റുവാൻ, നമ്മുടെ മരണത്തെ മാറ്റുവാൻ കഴിയുന്ന ഏക വ്യക്തി, മാറ്റങ്ങളുടെ മശിഹ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. അവൻ ജനിച്ചതൊരു തച്ചൻ്റെ കുടുംബത്തിലാണ്. ഞാൻ വിചാരിക്കുന്നു യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം പഠിക്കുമ്പോൾ ശിശുവായ യേശു, 2 വയസ്സുള്ള യേശു, 12 വയസ്സുള്ള യേശു, 30 വയസ്സുള്ള യേശു, 33 വയസ്സുള്ള യേശു, ഇങ്ങനെ ഇത്രയും ഘട്ടങ്ങളായിട്ടാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്. പക്ഷേ 30 വയസ്സ് വരെ അവൻ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചാൽ ന്യായമായിട്ട് ഊഹിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. തച്ചനായിരിക്കുന്ന തൻ്റെ ഭൗതിക പിതാവ് എന്ന് പറഞ്ഞാൽ ശാരീരികമായ പിതാവല്ല, ബട്ട് ലീഗൽ ഫാദർ, നിയമപരമായിരിക്കുന്ന പിതാവ് യോസെഫിൻ്റെ കൂടെ അവൻ തച്ചൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാണ് തച്ചൻ? പാഴ്മരത്തം കൊണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നവനാ തച്ചൻ. ഉണ്ടാക്കുന്നവനാ തച്ചൻ. വളഞ്ഞിരിക്കുന്നതിനെ നേരമാക്കുന്നവനാണ് തച്ചൻ. പരിവരുത്തതിനെ, പ്രതലത്തെ ഏറ്റവും സ്ഫുടം ചെയ്ത് അതിനെ ഉണ്ടാക്കുന്നവനാണ് തച്ചൻ. ഏറ്റവും പോളിഷ് ചെയ്യുന്നവനാണ് തച്ചൻ. എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നവനാണ് തച്ചൻ. അങ്ങനത്തെ ഒരു തച്ചൻ്റെ കുടുംബ പശ്ചാത്തലത്തിൽ വന്ന യേശു ഇത് നമ്മളെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ജീസസ് ചേഞ്ച് ഹിസ്റ്ററി. അവൻ ചരിത്രം മാറ്റി, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റി, അവൻ രോഗത്തെ മാറ്റി, മരണത്തെ മാറ്റി, പ്രകൃതി നിയമത്തെ മാറ്റി, അവൻ സംസ്കാരങ്ങളെ മാറ്റുന്നു. മനുഷ്യനെ തിന്നുന്ന സ്വഭാവമുള്ള ഇരുണ്ട് ഭൂഖണ്ഡമെന്ന് പറയുന്ന ആഫ്രിക്കയിലെ മനുഷ്യർ ഇന്ന് ഈ കറുത്ത വേദവസ്ത്രം പിടിച്ചു കിടക്കുന്നതിൻ്റെ കാരണം യേശുക്രിസ്തുവോടെ വന്നതുകൊണ്ടാണ്. നാഗാലാൻഡിൽ മനുഷ്യനെ കൊന്നു ഭക്ഷിച്ച് ആരെയാണോ കൊല്ലുന്നത് ആ മനുഷ്യൻ്റെ തലയോട്ടി കഴുത്തിൽ മാല പോലെ ഇട്ട്, ഏറ്റവും കൂടുതൽ തലയോട്ടികൾ ഏത് മനുഷ്യൻ്റെ കഴുത്തിലാണോ കിടക്കുന്നത് അവൻ ആ ഗ്രാമത്തിലെ മുഖ്യനായി മാറുന്ന ഒരു കാലാവസ്ഥ ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നാഗാലാൻഡിലും മണിപ്പൂരിലും മിസോറാമിലും പോയി കഴിഞ്ഞാൽ കുരിശുള്ള പള്ളികളും വേദപുസ്തകം ചുമക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ കാണുവാൻ കഴിയുന്നതിൻ്റെ കാരണം യേശുക്രിസ്തു മാറ്റുന്നവരായതുകൊണ്ടാണ്. അവനുവേണ്ടി നമുക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. He is a God who changes lives. ജീവിതങ്ങളെ മാറ്റുന്നവനാണ്. നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരം മാറ്റിയവനാണ് യേശുക്രിസ്തു. ഞാൻ പറയട്ടെ, ഒരു 200 വർഷം മുമ്പേ കേരളത്തിൻ്റെ ചരിത്രം വായിക്കുകയാണെങ്കിൽ ഡോക്ടർ സാമുവൽ നെല്ലിമുകളിൻ്റെ കേരള സാമൂഹിക പരിവർത്തനം എന്നുള്ള പുസ്തകം വായിച്ചാൽ, അല്ലെങ്കിൽ ഡോക്ടർ നെല്ലിക്കൽ മുരളീധരൻ്റെ കേരള ജാതി വിവരണം വായിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. എന്തിനധികം പറയുന്നു, വിശാലമായ നെറ്റിത്തടങ്ങളും വിടർന്ന കണ്ണുകളും കാവ്യവസ്ത്രവും ധരിച്ച് ഏറ്റവും സുമുഖമായി സംസാരിക്കുന്ന, വളരെ ശാലീനമായി സംസാരിക്കുന്ന സ്വാമി വിവേകാനന്ദൻ വർഷങ്ങൾക്ക് മുൻപേ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞു, കേരളം ഭ്രാന്താലയമാണ്. കാരണം മതത്തിൻ്റെയും ജാതിയുടെയും ഗോത്രങ്ങളുടെയും വർഗത്തിൻ്റെയും പേരിൽ തമ്മിലടിക്കുന്ന മനുഷ്യൻ, വസ്ത്രമില്ലാത്ത മനുഷ്യൻ, ഭ്രാന്തമായ ആചാരങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ, സ്വന്തം കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്ന മനുഷ്യൻ, ശവത്തോടൊപ്പം ഭാര്യയെ തള്ളി നീക്കി തള്ളിക്കൊന്ന് ആ തീയിൽ എരിയുവാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ള ആളുകൾ, സതി എന്നുള്ള ഒരു ഏർപ്പാട് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ മാറ്റിയതാരാണ്? ഈ വേദപുസ്തകവുമായിട്ട് വന്ന മനുഷ്യരാണ്. നമുക്കിപ്പോൾ വായിക്കാൻ അറിയാമല്ലോ. നമുക്ക് അക്ഷരം നിന്നതാരാണ്? നമുക്ക് വായിക്കുവാനുള്ള പുസ്തകം നിന്നതാരാണ്? നമ്മളുടെ ഗ്രാമർ എഴുതിയതാരാണ്? മലയാളത്തിലെ ഡിക്ഷണറി എഴുതിയതാരാണ്? എൻ്റെ ഒരു സ്നേഹിതനുണ്ട് ബോംബെയിൽ, അദ്ദേഹം താമസിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ബാബു കെ വർഗീസ് എന്നാണ്. അദ്ദേഹം വാരണാസി യൂണിവേഴ്സിറ്റിയിൽ എഴുതിയിരിക്കുന്ന ഒരു PhD തീസിസാണ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ ഫോർ ദ സോഷ്യൽ ചേഞ്ച്. സാമൂഹ്യ വിപ്ലവത്തിന് വേണ്ടി ക്രിസ്തീയ മിഷണറിമാർ ചെയ്ത പങ്ക്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ അക്ഷരം കൊണ്ടുവന്നത്, ഇവിടെ എഴുത്ത് കൊണ്ടുവന്നത്, ഇവിടെ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നത്, ഇവിടെ സാമൂഹികമായിരിക്കുന്ന പരിവർത്തനം കൊണ്ടുവന്നത് ഈ വേദപുസ്തകം വിശ്വസിക്കുന്ന മിഷണറിമാർ ഇവിടെ വന്നതുകൊണ്ടാണ്. ഇനി ഞാനും നിങ്ങളും വസ്ത്രമെടുക്കുന്നതിന് കാരണം ഈ വേദപുസ്തകത്തിൻ്റെ സുവിശേഷം ഇവിടെ വന്നതുകൊണ്ടാണ്. മാറുമറയ്ക്കുവാൻ അവകാശമില്ല നമ്മുടെ സഹോദരിമാർക്ക് മാറുമറയ്ക്കുവാനുള്ള അവകാശം നേടിത്തുന്നത് ഈ വേദപുസ്തകം വിശ്വസിക്കുന്ന ആളുകളാണ്. നമുക്കിന്നിവിടെ ബേക്കറുണ്ടല്ലോ, അതുപോലെ ഹെർമൻ ഗുണ്ടട്ട് നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ. പ്രിന്റിങ്ങിൻ്റെ പിതാവാണ് ബെഞ്ചമിൻ ബെയ്ലി. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് അക്ഷരം ഉണ്ടാകുകയില്ലായിരുന്നു, പ്രസ് ഉണ്ടാകുകയില്ലായിരുന്നു. ഹെർമൻ ഗുണ്ടട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് വ്യാകരണം ഉണ്ടാകുകയില്ലായിരുന്നു. വില്യം ഗേറി ബോംബെയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പരിഷ്കാരങ്ങൾ ഉണ്ടാകുകയില്ലായിരുന്നു. ദൈവം ചരിത്രത്തെ മാറ്റുന്നവനാണ്. യേശുവിനെ ആരെല്ലാം അറിഞ്ഞിട്ടുണ്ടോ അവരെല്ലാം മാറിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ യുക്തിവാദികളോട് ഞാൻ ചോദിക്കട്ടെ, നിരീശ്വരവാദികളോട് ചോദിക്കട്ടെ, ഭൗതികവാദികളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ആശയം വിശ്വസിച്ചതുകൊണ്ട് ആത്മഹത്യയിൽ നിന്ന് മാറിയ 5 പേരെ കാണിച്ചതാണ്. നിങ്ങളുടെ ആശയം കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയാൽ 5 പേര് തിരിച്ചു വന്നു കാണിക്കുക. നിങ്ങളുടെ ആശയം വിശ്വസിച്ചതുകൊണ്ട് സന്തോഷമായി ജീവിക്കുന്ന 5 കുടുംബം കാണിക്കുക. ഭൗതികവാദവും നാസ്തിത്വവും നിരീശ്വരവാദവും സ്വീകരിച്ചതുകൊണ്ട് എനിക്ക് സമാധാനവും സന്തോഷവും ജീവിത ലക്ഷ്യമുണ്ടെന്ന് പറയുന്ന 5 പേരെ കാണിക്കുക. 5 കുടിയന്മാരെ കാണിച്ചേ.
അയ്യോ, ഞാൻ ഇതുവരെ ഒരു ദൈവവിശ്വാസിയായിരുന്നു, ഇപ്പോൾ ഞാൻ നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഇന്ന് എൻ്റെ കുടി മാറി, എൻ്റെ വലി മാറി. ഞാൻ ഇത്രയും കാലം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളായിരുന്നു, പക്ഷേ യുക്തിവാദത്തിലേക്ക് വന്നപ്പോൾ അത് മാറി. ഒരാളെ ഒന്ന് കാണിക്കാമോ? നിങ്ങൾ ആരെങ്കിലും 5 പേരെ കാണിച്ചാൽ ഇന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം നിർത്തി നിങ്ങൾ പറയുന്ന ആശയത്തിന് പുറകെ ഇതിനേക്കാളും ശബ്ദമായി സംസാരിക്കുവാൻ ഞാൻ തയ്യാറാണ്. There is nobody, nothing can change you except Jesus Christ. യേശുവിനല്ലാതെ ആർക്കും മാറ്റുവാൻ കഴിയില്ല. മാറ്റങ്ങളുടെ മഷിക യേശുക്രിസ്തു, അവൻ നിന്റെ ജീവിതത്തെ മാറ്റുവാൻ വരുന്നു. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. He is going to change the future. അവൻ ഭാവിയെ മാറ്റുന്നവനാണ്. ഒരിക്കൽ അവന്റെ ശബ്ദം കേൾക്കും, കാഹളം ധനിക്കും, ദൂതന്മാർ ആർപ്പിടും. വിശ്വസിക്കുന്നവരെല്ലാം ജീവനോടെ അവനെ എതിരേൽക്കുവാൻ വേണ്ടി നമ്മൾ രൂപാന്തരപ്പെടും. മരിച്ചവർ ഉയർക്കും, കല്ലറകൾ തുറക്കും. കണ്ണ് ചെമ്മുന്ന നേരെ കൊണ്ട് നമ്മൾ അവനെ എതിരേൽക്കുവാൻ വേണ്ടി ആകാശങ്ങളിലെ ഉയർക്കപ്പെടുമ്പോൾ ചരിത്രം മാറ്റിയെഴുതപ്പെടും. He is going to change the future. ഭാവിയെ മാറ്റുന്നവനാ ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. Do you want to be changed? വ്യത്യാസം വേണ്ടേ? മാറ്റം വേണ്ടേ? നമ്മുടെ പാപജീവിതത്തിനൊരു മാറ്റം. യേശുവേ, ഞാൻ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, എനിക്കൊരു മാറ്റം ആവശ്യമാണ്. ഞാൻ കുടിയിൽ അഭയം പ്രാപിക്കുന്ന മനുഷ്യൻ, എനിക്കൊരു മാറ്റം ആവശ്യമാണ്. എൻ്റെ കുടുംബത്തിൽ എന്നും കണ്ണുനീരും വഴക്കും മാത്രമേ ഉള്ളൂ, എനിക്കൊരു മാറ്റം ആവശ്യമാണ്. കർത്താവെ, ഞാൻ ചില പാപങ്ങളുടെ അടിമയാണ്. കർത്താവെ, മയക്കുമരുന്ന് എൻ്റെ ബലഹീനതയാണ്. അശ്ലീല സിനിമ എൻ്റെ ഒരു ബലഹീനതയാണ്. എന്നെ നീ രക്ഷിക്കണം. ഞാൻ എന്തെല്ലാം ശ്രമിച്ചിട്ടും എനിക്ക് നന്നാകുവാൻ കഴിയുന്നില്ല. യേശുവേ, എനിക്കൊരു മാറ്റം ആവശ്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, ഈ മാറ്റങ്ങളുടെ മശിഹ നിങ്ങളെ തേടി വരികയാണ്. He can touch you, he can change you. ഏത് മനുഷ്യനെയും മാറ്റുവാൻ കെൽപ്പുള്ള യേശുക്രിസ്തു, അവൻ നിങ്ങളുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ഡു യു വാണ്ട് ടു ബി ചേഞ്ച്ഡ്? നിനക്ക് മാറുവാൻ മനസ്സുണ്ടോ? ഞാൻ നിന്റെ ഹൃദയത്തിൽ വന്ന നിന്റെ ജീവിതം മാറും, നിന്റെ കുടുംബം മാറും. വർഷങ്ങൾക്ക് മുൻപേ ഒരു യുക്തിവാദി ആളുകളുടെ മുൻപിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, യേശുക്രിസ്തു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ, അവൻ മാറ്റുവാൻ കഴിയുന്നവനാണെങ്കിൽ, എന്നെ ഇപ്പോൾ ഒരു ദൈവവിശ്വാസിയായിട്ട് മാറ്റട്ടെ. അങ്ങനെ മാറ്റുകയാണെങ്കിൽ ഈ യേശുവിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യേശു വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുന്നത് കെട്ടുകഥയാണ്, വെള്ളത്തിൽ നടന്നു എന്ന് പറയുന്നത് കെട്ടുകഥയാണ്, മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് പറയുന്നത് കെട്ടുകഥയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് അന്താളിച്ച് നിൽക്കുന്ന ജനവിഭാഗത്തിനിടയിൽ നിന്ന് ഒരു മനുഷ്യൻ എഴഞ്ഞെഴിഞ്ഞ് വന്നുകൊണ്ട് പറഞ്ഞു, യേശുക്രിസ്തു എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊന്ന് പറയാൻ വലിയ വിദ്യാഭ്യാസ യോഗ്യത ഒന്നുമില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. യേശുക്രിസ്തുവിന് വെള്ളത്തെ വീഞ്ഞാക്കാൻ പറ്റത്തില്ല, പക്ഷേ യേശുവിന് വീഞ്ഞിനെ പൈസയാക്കാൻ പറ്റും. അവൾ ആളുകളെല്ലാം അമ്പരന്നു, എന്തായി മനുഷ്യൻ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, പ്രിയ സ്നേഹിതരെ, എൻ്റെ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് പറയാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ പട്ടണത്തിൽ കുടിച്ച് 4 കാലിൽ നടന്ന് വഴിവെക്കിൽ കിടന്ന് ഛർദ്ദിച്ച് എന്നെ വീട്ടിൽ പോലും കയറ്റാതെ ഒരു സാമൂഹ്യ ദ്രോഹിയായി അസഭ്യവും പറഞ്ഞ് വളരെ വൃത്തികെട്ടവനായി നിഷ്ഠൂരനും നികൃഷ്ടനുമായി ഈ ഗ്രാമത്തിലൂടെ, ഈ പട്ടണത്തിലൂടെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ആയിരക്കണക്കിന് രൂപ മദ്യപാനത്തിന് വേണ്ടി ചെലവാക്കുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ വിദ്വേഷിച്ച വഷളത്വം പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിച്ചു. ഞാൻ വിശ്വസിച്ചപ്പോൾ ആ പണം വസ്ത്രം വാങ്ങുവാൻ ഉപയോഗിച്ചു, ആ പണം ഞാൻ ഭക്ഷണം വാങ്ങാൻ ഉപയോഗിച്ചു, ആ പണം എൻ്റെ മക്കളെ പഠിപ്പിക്കുവാൻ ഉപയോഗിച്ചു, ആ പണം കൊണ്ട് ഞാൻ നിലം വാങ്ങി, ആ പണം കൊണ്ട് വീട് വെച്ചു, ആ പണം കൊണ്ട് എൻ്റെ പെൺകുട്ടികളെ കെട്ടിച്ചു. ജീസസ് സ്റ്റിൽ ചേഞ്ചസ്. യേശുവിനെ മാറ്റുവാൻ കഴിയും. അവൻ വെള്ളം വീഞ്ഞാക്കിയെന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ വീഞ്ഞിനെ പൈസയാക്കിയവ എൻ്റെ യേശുക്രിസ്തു എന്ന് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. ഇങ്ങനെ എത്രയോ സാക്ഷ്യങ്ങൾ പറയുവാൻ കഴിയുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ലോകത്തിലുള്ളത്. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന ഇവിടെ അനേകർക്കും പറയുവാനൊരു സാക്ഷ്യമുണ്ട്. യെസ്, ബിഫോർ മീറ്റിംഗ് ജീസസ് ഐ വാസ് വൾഗർ. യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പേ ദുഷ്ടനായിരുന്നു ഞാൻ, യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പേ കുടിയനായിരുന്നു ഞാൻ, യേശുക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പേ അക്രമിയായിരുന്നു ഞാൻ. നിങ്ങൾക്കറിയാമല്ലോ, തിരുവല്ല കൊലക്കേസിലെ മദ്രാസിലെ മോൻ ആരാദ്ദേഹം എന്ന് യേശു കർത്താവിനെ കുറിച്ച് സുവിശേഷം പറയുന്ന സുവിശേഷ ഒരു പ്രഭാഷകനാണ് അദ്ദേഹം. എന്താ അദ്ദേഹത്തെ മാറ്റിയത്? യേശുക്രിസ്തു. കൃഷ്ണൻകുട്ടിയെ, തിരുവട്ടാർ കൃഷ്ണൻകുട്ടിയെ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗിക്കുന്ന പ്രസംഗനായിട്ട് മാറ്റിയതാരാണ്? യേശുക്രിസ്തു. അലവിയെ മാറ്റിയതാരാണ്? യേശുക്രിസ്തു. ലോകത്തിലെ മനുഷ്യരെ മാറ്റുന്നവനാരാണ്? യേശുക്രിസ്തു. മാറ്റങ്ങളുടെ മശിഹ ഇന്ന് രാത്രി നിങ്ങളെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. Do you want to be changed?